Hello, good evening, Maklay. Welcome to 90 Plus, India's first animated live tuition. Hello, good evening. എല്ലാവരും ക്യാമറ ഒക്കെ ഓൺ ചെയ്ത് വെച്ചേ. യെസ്, ഗുഡ് ഈവനിങ്. ഹലോ ക്യാമറ ഒക്കെ ഓൺ ചെയ്ത് വെച്ചോളൂ എല്ലാവരും. വേഗം ആയിക്കോട്ടെ, ക്യാമറ ഒക്കെ ഓൺ ചെയ്ത് വെച്ച് എല്ലാവരും. കേൾക്കുന്നുണ്ടല്ലോ അല്ലെ എല്ലാവർക്കും? യെസ്, ഓക്കെ. ഗുഡ് ഈവനിങ് എല്ലാവർക്കും ഗുഡ് ഈവനിങ് കേട്ടോ. ഓക്കെ. ഐ ആം ട്രാവലിംഗ്. പിന്നെ എവിടെ പോവാണ് നീ ഇത്ര കാര്യമായിട്ട് ട്രാവലിംഗ് ഒക്കെ ചെയ്തിട്ട്? ഹലോ വലിയൊരു ഹായ്. ഓക്കെ അർജുനെ, ഇതിലും വലിയ ഹായ് വേണോ നിനക്കിനി? എവിടെ പോവാണ് അഗസ്റ്റീനോ? ട്രാവലൊക്കെ ചെയ്ത് വലിയ കാര്യത്തിൽ എങ്ങോട്ടാ പോവാണല്ലോ? യെസ്, കോഴിക്കോട് ടു കണ്ണൂർ, മൈ ഹോം. ഓക്കെ. എന്താണ് കോഴിക്കോട്, എന്തായിരുന്നു പരിപാടി അഗസ്റ്റീനോ? ഹലോ നിവേദ്യ, ഹലോ. ഓക്കെ, ഹായ് എല്ലാവർക്കും ഹായ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമാണോ? പപ്പ വർക്ക് മീറ്റിങ്ങിന് പോയതായിരുന്നു അല്ലെ? ഓക്കേടാ, ശരി. ആടാ, സുഖമാണ് കേട്ടോ. ഓക്കെ, എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കണു. പിന്നെ നമ്മൾ എവിടെ വരെ ആയിരുന്നു പഠിച്ചു നിർത്തി? ഏത് ചാപ്റ്റർ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നതൊക്കെ ഓർമ്മയുണ്ടോ എല്ലാവർക്കും? അവിടെ വരെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചോ? വായിച്ചു നോക്കുകയൊക്കെ ചെയ്തോ എല്ലാരും? യെസ്, അവർ എർത്ത് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആയിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അല്ലെ? യെസ്, അപ്പൊ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പഠിച്ചു നിർത്തിയായിരുന്നു. നമ്മുടെ ചാപ്റ്റർ 5ന്റെ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് പഠിക്കാൻ ഉണ്ടായിരുന്നത് അല്ലെ? യെസ്. കുസൃതി ചോദ്യം ഒക്കെ നമുക്ക് ചോദിക്കാം. അതിനൊക്കെ സമയമുണ്ടല്ലോ, അതൊക്കെ നമുക്ക് ചോദിക്കാം കേട്ടോ. യെസ്, അപ്പൊ നമ്മുടെ ക്ലാസ്സിന്റെ ഇടയ്ക്കൂടെ ഒക്കെ ചോദിച്ചു പോടാ. ഇന്ന് നമുക്ക് ശനിയാഴ്ച അല്ലേ, നമുക്ക് 8 മണി വരെ സമയമുണ്ട് അല്ലേ? യെസ്. ഓക്കെ മക്കളെ, അപ്പൊ ഇന്ന് ഇതുവരെ പഠിച്ച കാര്യങ്ങളെല്ലാം ജസ്റ്റ് ഒന്ന് മറച്ചു നോക്കി എല്ലാവരും വേഗം. ജസ്റ്റ് ഇതുവരെ സാറ് പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ആ ചാപ്റ്ററിൽ ഒന്ന് മറച്ചു നോക്കിക്കേ എല്ലാവരും. ടെക്സ്റ്റ് ഒക്കെ ഒന്ന് എടുത്ത് നമ്മൾ എഴുതിയ നോട്ടുകളൊക്കെ ഒന്ന് വായിച്ചു നോക്കിയേ വേഗം. എന്താ മെസ്സേജ്? വേഗം ആയിക്കോട്ടെ, ജസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് വേഗം വായിച്ചു നോക്കിയേ. മെസ്സേജ് രേഷ്മ ടീച്ചർ കോ-ഹോസ്റ്റ് ആക്കൂ, എന്നാലാണ് കേൾക്കാൻ പറ്റുള്ളൂ. വേഗം ആയിക്കോട്ടെ, കുറെ ഹാൻഡ് റൈസുകളുടെ ബഹളങ്ങളാണ് ഇവിടെ. യെസ്, നോട്ട് വേഗം എടുത്ത് വായിച്ചു നോക്കും. നോട്ടൊന്നും ഇല്ലെന്നാണോ അഗസ്റ്റീനോ? യെസ്, ഓക്കെ. അപ്പൊ നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു, ഓർമ്മയുണ്ടല്ലോ അല്ലെ? എർത്തിനെ കുറിച്ച് നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. നമ്മൾ ലാസ്റ്റ് നമ്മള് ഓസോൺ ലെയറിന്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് നമ്മൾ നിർത്തിയത് അല്ലെ? ഓസോൺ ലെയർ ആണ് നമ്മള് ഇനി മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് അല്ലെ? യെസ്, അപ്പൊ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് ഏതൊക്കെയാ? അറ്റ്മോസ്ഫിയറിക് സ്ട്രക്ചറിനെ കുറിച്ചായിരുന്നു. അതിൽ ഏതൊക്കെയാ നമ്മൾ പറഞ്ഞത്? അറ്റ്മോസ്ഫിയറിക് സ്ട്രക്ചറിൽ നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞ കാര്യങ്ങൾ ഏതൊക്കെയാ? എക്സോസ്ഫിയർ, തെർമോസ്ഫിയർ, മെസോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, അതുപോലെ ട്രോപ്പോസ്ഫിയർ, അങ്ങനെ ഓരോ ലെയേഴ്സിനെ പറ്റി നമ്മൾ പഠിച്ചു അല്ലെ? യെസ്, എനിക്ക് ഡ്രോയിങ്ങിൽ ഫസ്റ്റ് കിട്ടി. അർജുനെ, കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ. യെസ്, ഗുഡ് ഈവനിങ് അൽസ. ഗുഡ് ഈവനിങ് എല്ലാവർക്കും ഗുഡ് ഈവനിങ്. കേൾക്കുന്നുണ്ടല്ലോ അല്ലെ എല്ലാവർക്കും? മാത്സ് ടാലന്റ് എക്സാമിന് സെക്കൻഡ് കിട്ടി. ഓക്കെ അൽസ, വെരി ഗുഡ്, കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ. യെസ്, ഗുഡ് ഈവനിങ് എല്ലാവർക്കും ഗുഡ് ഈവനിങ് കേട്ടോ.
യെസ്, അപ്പൊ നമ്മള് ഇതിന്റെ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ. ട്രോപ്പോസ്ഫിയർ നമ്മൾ പറഞ്ഞു, ട്രോപ്പോസ്ഫിയറിന്റെ പ്രത്യേകതകൾ പഠിച്ചു, സ്ട്രാറ്റോസ്ഫിയറിന്റെ പ്രത്യേകതകൾ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ള ഏതായിരുന്നു? ഓസോൺ ആയിരുന്നു അല്ലെ. നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഓസോണിന്റെ പറഞ്ഞിട്ടാണ് നമ്മുടെ ലാസ്റ്റ് ക്ലാസ് നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നത് അല്ലെ. യെസ്, അപ്പൊ പുതിയതായിട്ട് വന്ന മക്കളൊക്കെ ഉണ്ടോ അവിടെ? പുതിയതായിട്ടുള്ളവരൊക്കെ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തൊന്ന് കാണട്ടെ. അവിടെ ഒരു ഹാൻഡ് റൈസ് ഓപ്ഷൻ ഉണ്ട്. പുതിയതായിട്ടുള്ളവർക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് സൈഡിലായിട്ട് ഒരു ഹാൻഡ് റൈസ് ഓപ്ഷൻ ഉണ്ട്, ഒന്ന് ക്ലിക്ക് ചെയ്തേ. നന്ദകിഷോരേ, എന്നാണ് താങ്കൾ പുതിയതായത്? യെസ്. അപ്പൊ മക്കളെ, നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ഏതായിരുന്നു? അവർ എർത്ത് എന്ന് പറയുന്ന 5th ചാപ്റ്റർ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. പുതിയതായിട്ടുള്ള മക്കൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോ എന്താ, നമ്മുടെ 2 ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ചാപ്റ്ററിന്റെ. നിങ്ങൾ എന്ത് ചെയ്യുക? ലിങ്ക് മേടിക്കുക, ടീച്ചർമാരുടെ കയ്യിൽ നിന്ന് ലിങ്ക് അയച്ച് മേടിക്കുക, ക്ലാസ് കാണുക, നോട്ടുകൾ എഴുതാൻ പറയുന്ന എല്ലാം കൃത്യമായിട്ട് നോട്ടിൽ എഴുതിയിട്ട് സാറിന് ആ നോട്ട് അയച്ചു തരികയും കൂടെ വേണം കേട്ടോ. പുതിയതായിട്ട് വന്നവരെ ശ്രദ്ധിക്കാണ്. കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? കേൾക്കുവാണെന്നുണ്ടെങ്കിൽ ആ തലയൊന്നുരുക്കിയ വലിയ ഉപകാരം ഉണ്ടാവും. എവിടെ? എന്താടാ സംപ്രീത, നീ തല കുലുക്കാൻ വേണ്ടിട്ട് കയറിയതാണോ? ഓക്കെ 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 ഓക്കെടാ. ചായ കുടിച്ചു. യെസ്, പേജ് നമ്പർ എന്ന് പറഞ്ഞ എല്ലാരും. നമ്മളിപ്പോ ഓസോൺ ലെയർ ആണ് പഠിക്കാൻ പോകുന്നത്. ഓസോൺ ലെയറിന്റെ പേജ് നമ്പർ ഒന്ന് പറഞ്ഞേ. യെസ്, ഓസോൺ ലെയറിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ, ഓർമ്മയുണ്ടോ? എർത്തിന്റെ ഒരു ഷീൽഡ് ആണ് എന്ത്? ഓസോൺ ലെയർ എന്ന് പറയുന്നത്. അവിടെ ഒരു ഓസോൺ ഗ്യാസ് ആണ് ഉള്ളത്. അത് നമ്മളെ എന്താ, സൂര്യനിൽ നിന്നുള്ള അൾട്രാ വയലറ്റ് റേസിൽ നിന്ന് നമ്മളെ എന്താ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷീൽഡ് ആണ് എന്ത്? നമ്മുടെ ഓസോൺ ലെയർ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ പേജ് നമ്പർ 78, 79 ഒക്കെ എടുത്തോളൂ. ആ പേജ് നമ്പറുകളിലുണ്ട്. യെസ്, അപ്പൊ എർത്തിന്റെ ഒരു ഷീൽഡ് ആയിട്ടാണ് നമ്മുടെ ഓസോൺ ലെയർ പ്രവർത്തിക്കുന്നുണ്ടാവുക. ഇഫ് അൾട്രാ വയലറ്റ് റേസ് റീച്ച് ദ എർത്ത് സർഫേസ് അറ്റ് ആൻ ഇൻക്രീസ്ഡ് റേറ്റ്, അതായത് എന്താ, സൂര്യനിൽ നിന്നുള്ള ഭയങ്കര ദോഷകരമായിട്ടുള്ള അൾട്രാ വയലറ്റ് റേസ് നമ്മുടെ ഭൂമിയിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ആയിട്ട് നമുക്ക് ചിലപ്പോൾ എന്താ പൊള്ളൽ വരാനോ നമ്മൾ ചിലപ്പോൾ കത്തിപ്പോകാൻ വരെ എന്താ ചാൻസുകളുണ്ട് അല്ലെ. യെസ്, എഴുതേണ്ട കാര്യങ്ങൾ ഞാൻ കൃത്യമായിട്ട് പറയുമല്ലോ. എഴുതേണ്ട കാര്യങ്ങൾ എഴുതണം എന്ന് പറയും, അണ്ടർലൈൻ ചെയ്തു തരും. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് കൊണ്ട് ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ മിസ്റ്റർ മുഹമ്മദ്. യെസ്, അപ്പൊ നോക്കിയേ, അൾട്രാ വയലറ്റ് റേസ് ഒക്കെ നമ്മളെ മേത്ത് കൊണ്ടുകഴിഞ്ഞാൽ എന്താ, നമുക്ക് പൊള്ളലേൽക്കാം. അത് എന്താ കുറെ കൂടിയ അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ എന്താ, നമ്മൾ ചിലപ്പോൾ കത്തിപ്പോകാൻ വരെ ചാൻസുകൾ ഉണ്ട് കേട്ടോ. അപ്പൊ അത് എന്താ, അതിൽ നിന്നൊക്കെ നമ്മളെ എന്താ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലെയർ ആണ് എന്ത്? ഓസോൺ എന്ന് പറയുന്നത്. ഓക്കെ, അത് നമുക്ക് എന്താ, അത് നമ്മുടെ ഓസോൺ ലെയർ അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ എന്താ, ഈ അൾട്രാ വയലറ്റ് റേസ് ഒക്കെ നമ്മുടെ മേത്ത് വന്ന് പതിക്കുകയും നമുക്ക് എന്താ, അത് ദോഷകരമാണ് ലിവിങ് ഓർഗാനിസം, ജീവനുള്ള വസ്തുക്കൾക്കും അതുപോലെ എന്താ നമ്മുടെ എക്കോസിസ്റ്റത്തിന് തന്നെ ഇതൊക്കെ ഭയങ്കര ദോഷകരമാണെന്നാണ് പറയാം. ഓക്കെ, യെസ്, പെട്ടെന്ന് ആ 2 പോയിന്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ എന്നിട്ട് നമുക്ക് ബാക്കി ക്ലാസ്സുകളിലേക്ക് പോകാം. വേഗം ആയിക്കോട്ടെ, 2 പോയിന്റ് ഒന്ന് വേഗം വായിച്ചു നോക്കി എല്ലാരും. എന്താണ് ഓസോൺ എന്നുള്ളത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് പറഞ്ഞിട്ടാണ് നിർത്തിയത്. യെസ് ആൽഫനെ, ഗുഡ് ഈവനിങ്. വായിച്ചു കഴിഞ്ഞോ സാർ? ഐ ആം സ്പോർട്സ് വിന്നർ. ഓ കൊള്ളാം, എല്ലാവരും നല്ല കില്ലാടികളാണല്ലേ. വായിച്ചു കഴിഞ്ഞവരൊക്കെ ഒന്ന് വായിച്ചു കഴിഞ്ഞു എന്ന് കമന്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞോളൂ. ആയി ശരി, ഇത്ര നേരം പേജ് നമ്പർ പറഞ്ഞൊന്നും കേട്ടില്ലേ ആരുഷേ? 78, 79 കേട്ടോ. ഇവിടെ എല്ലാരും വായനയും കഴിഞ്ഞു, അപ്പോഴാണ് ആശാൻ പേജ് നമ്പർ അന്വേഷിക്കാൻ പോകുന്നത് അല്ലേ. ഹെയർ കട്ടൊക്കെ ചെയ്തു, എന്ത് ചെയ്യാനാ, ഗ്ലാമർ ആയിട്ട് വരണ്ടേ നിങ്ങളുടെ മുമ്പില്. വായിച്ചു കഴിഞ്ഞു, ഫിനിഷ് റീഡിങ്, സുന്ദരനായിട്ടുണ്ട്, താങ്ക് യു. നിങ്ങളുടെ കൂട്ടത്തിൽ പിടിച്ചു നിൽക്കണ്ടേടാ, നിങ്ങള് ഭയങ്കര സുന്ദരന്മാരും സുന്ദരികളുമാണല്ലോ അല്ലേ. ഇനിയിപ്പോ അല്ലാന്ന് പറയുന്നുണ്ടോ? സുന്ദരനല്ല സുന്ദരിയല്ല അതൊക്കെ? അതൊന്നും ഒരിക്കലും പറഞ്ഞാൽ സമ്മതിക്കത്തില്ല. ട്രോഫി ഒക്കെ കാണിക്കുന്നുണ്ട്. കൊള്ളാം, കൺഗ്രാറ്റുലേഷൻ. എന്താന്ന്? അത് ശരി, എന്റെ അനിയത്തിയുടെ ഷോറൂൺ ആയിരുന്നു. ഓക്കെ. എന്താണ് കുട്ടി 2 കൈയും പൊക്കി പിടിച്ച് നിൽക്കുന്നേ? പറയൂ ഷഫിയ. അൺമ്യൂട്ട് ചെയ്യൂ. അവിടെ അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ വരുന്നുണ്ട്, അൺമ്യൂട്ട് ചെയ്യൂ. വേറെ ആർക്കെങ്കിലും സൗണ്ട് ഇല്ലാത്ത ഇഷ്യൂ ഉണ്ടോ?
കേൾക്കാം, പക്ഷേ ഇത്തിപ്പോലെ കേൾക്കാൻ പറ്റുള്ളൂ. വേറെ ആർക്കെങ്കിലും ഇത്തിപ്പോലെ കേൾക്കുന്നുണ്ടാ? ഇപ്പൊ കേൾക്കുന്നുണ്ടാ? ഇന്നലെ ഇതേ കണക്കായിരുന്നു. റേഞ്ചിന്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? ആണല്ലേ, ഓക്കെ 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 ഓക്കെ. ഇപ്പൊ കറക്റ്റ് ആയിട്ട് കേൾക്കുന്നുണ്ടോ? നേരത്തെ കണക്കാണ്. ഓക്കേടാ, ശരി ശരി. ഞാൻ സാർ നോക്കാട്ടോ, ചെക്ക് ചെയ്തിട്ട് പറയാം. ഓക്കെ. യെസ്, ക്യാൻ യു സേ വിച്ച് സ്കൂൾ ഐ ആം സ്റ്റഡിങ്? നീ ഇതിന്റെ ജില്ല പോലും എനിക്ക് അറിയത്തില്ല, അപ്പോഴാ ഏത് സ്കൂളിലാന്ന് ഞാൻ എങ്ങനെ കണ്ടുപിടിക്കാനാ കൂട്ടാ? ഓക്കെ, ഐ ഗോട്ട് സെലക്ഷൻ ഇൻ USS. അത് ആൻഡ്രിയ കുഞ്ഞ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുഞ്ഞ് ഞാൻ അറിഞ്ഞായിരുന്നു. എല്ലാത്തിലും ഇട്ടോളൂ. അവൻ 5-6 കൈയൊക്കെ പൊക്കി കാണിക്കുന്നുണ്ട്. ആ ദേവാനന്ദനെ ഒന്ന് വിളിച്ചോളൂ. എന്താണ് നിന്റെ പ്രശ്നം? എവിടാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എവിടാണ്? അതെന്റെ പ്രശ്നം. എവിടെയുള്ളത്? ഒന്ന് വായിച്ചു വെക്കുക. പുസ്തകം തുറന്ന് വായിച്ചു വെക്കുക. അതിനകത്ത് ഇല്ലാത്തൊന്നുമല്ലല്ലോ. എല്ലാ ക്ലാസ്സിലും എന്റെ കുട്ടി എനിക്കിട്ട് എങ്ങനെ പണി തരാമെന്ന് നോക്കിയിരിക്കുവായിരുന്നു അല്ലേ? നല്ലതാടാ കേട്ടോ. പറയാ, ഞാൻ ക്ലാസ്സിൽ പറയാത്ത കാര്യമാണോ മക്കളെ? നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. എവിടെയാ ഓസോൺ ലെയർ ഉള്ളത്? പറഞ്ഞേ, വേഗം കമന്റ് ഇട്ടേ. സ്ട്രാറ്റോസ്ഫിയറിലല്ലേ അല്ലേ? ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ പറയാത്ത കാര്യമാണോ? അല്ല. അപ്പൊ എന്താ പറഞ്ഞിട്ടുള്ളത്? ക്ലാസ് കഴിയുമ്പോ തന്നെ ആ പഠിപ്പിച്ച അത്രയും കാര്യം ടെക്സ്റ്റ് ഞാൻ നന്നായിട്ട് വായിച്ചു നോക്കണം എന്ന് എല്ലാവരോടും പറഞ്ഞിട്ടുള്ളതല്ലേ? അതായത് ക്ലാസ്സിന്റെ പകുതിക്ക് ഞാൻ പോയി, ക്ലാസ് കഴിഞ്ഞിട്ടാ ഞാൻ വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യം ഉണ്ടോ? ഇല്ല. നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമുക്കത് മിസ്സായിട്ടുണ്ടെങ്കിൽ അത് പിന്നെയും മേടിച്ച് കാണുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തം അല്ലേ? എല്ലാരും അത് കൃത്യമായിട്ട് ചെയ്യണം. 2 വട്ടം വായിച്ചു കണ്ടോ? മിടുക്കരായിട്ടുള്ളവരൊക്കെ അങ്ങനെ 2 വട്ടം വായിക്കും. 1 വട്ടം വായിക്കും പറഞ്ഞാൽ 2 വട്ടം വായിക്കും. സംപ്രീതെ വായിച്ചോ നീ? പിന്നല്ല. യെസ്. അപ്പൊ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തിനെ പറ്റി ആയിരിക്കും? എന്താണ് അൾട്രാ വയലറ്റ് റേസ്? എന്തൊക്കെയാണ് നമുക്ക് എന്തൊക്കെ ദോഷങ്ങളാണ് നമുക്ക് ചെയ്യുന്നത്? അൾട്രാ വയലറ്റ് റേസ് കൊണ്ട് നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്? ഹാം ദാറ്റ് അൾട്രാ വയലറ്റ് റേസ് ക്യാൻ ക്രിയേറ്റ്. അത് എഴുതി വെച്ചോ, വേഗം എഴുതി വെച്ചോ. എന്തൊക്കെ ഹാംസ് ആണ് അൾട്രാ വയലറ്റ് റേസ് നമുക്ക് ഉണ്ടാക്കുന്നത്? ഓരോ പോയിന്റുകളായിട്ട് 1, 2 നമ്പർ ഇട്ട് എഴുതിക്കോ. കൊളാപ്സ് ഓഫ് ദ ഫുഡ് ചെയിൻ. എന്താ ഫുഡ് ചെയിൻ? ഫുഡ് ചെയിൻ കേട്ടിട്ടുണ്ടോ? ഫുഡ് ചെയിനെ പറ്റി കേട്ടിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ടോ? പിന്നെ ഉണ്ടടാ ഷിഫിനെ, ഉണ്ടല്ലോ. ഞാൻ വീണു, സ്ട്രോക്സ്, ബിഗ് മുറിവ്. ദൈവമേ, ഐ ആം ഇൻ സ്കൂൾ. എന്താ നീ ഉദ്ദേശിക്കുന്നത്? നീ സ്കൂളിലാണോ? ഐ ആം ഇൻ സ്കൂൾ എന്ന് പറഞ്ഞാൽ സ്കൂളിലാണെന്നാണ് അതിന്റെ അർത്ഥം. അർത്ഥം വിവരിക്കൂ. ഗസ് മൈ സ്കൂൾ, ഐ ആം ഫ്രം എറണാകുളം. എനിക്ക് എല്ലാ സ്കൂളുകളൊന്നും അറിയില്ല കുട്ടി. അൾട്രാ വയലറ്റ് റേസിന് എന്തെങ്കിലും ഗുണമുണ്ടോ? എന്തെങ്കിലും ഗുണമുള്ളതായിട്ട് തോന്നുന്നുണ്ടോ പ്രസ്ക? അൾട്രാ വയലറ്റ് റേസ് എന്ന് പറയുന്നത് എന്താ? മെയിൻലി അത് ഭയങ്കര ഹാർംഫുൾ ആയിട്ടുള്ള സാധനമാണ്. നമുക്ക് നോർമലി കിട്ടുന്ന സൂര്യരശ്മികൾ പോലെ അല്ല അത് കേട്ടോ. അപ്പൊ അത് നമ്മുടെ ഫുഡ് ചെയിനെ ഭക്ഷ്യ ഒരു ചെയിൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലെ? ഭക്ഷ്യ ചങ്ങല എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. അതിനകത്തിപ്പോ ഒരു ഫുഡ് ചെയിന്റെ എക്സാമ്പിൾ പറയണത് അദ്വൈത് പറഞ്ഞ കമന്റ് ചെയ്തിട്ടുണ്ട്. ഗ്രാസ്, പുല്ല് ആര് തിന്നും? റാബിറ്റ് തിന്നും. റാബിറ്റിനെ ആര് തിന്നും? സ്നേക്ക് തിന്നും. സ്നേക്കിനെ ആര് തിന്നും? ഈഗിള് തിന്നും. അങ്ങനെ ഫുഡ് ചെയിൻ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പൊക്കോണ്ടിരിക്കും. അപ്പോ നമുക്കൊക്കെ ആണെങ്കിൽ നമ്മള് ഏതെങ്കിലും ഒരു പ്ലാന്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ആനിമൽസിന്റെ ഒക്കെ ആണെങ്കിൽ മീറ്റോ അല്ലെങ്കിൽ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ ഫുഡ് ചെയിനിൽ ഉൾപ്പെടുന്നത് അല്ലെ? യെസ്. ഈ ഫുഡ് ചെയിനുകളൊക്കെ ഭയങ്കരമായിട്ട് കൊളാപ്സ് ആയി പോകാനുള്ള ചാൻസുകൾ ഉണ്ട്. ഓരോരുത്തർക്കും കറക്റ്റ് ആയിട്ടുള്ള ഫുഡ് ചെയിനും കാര്യങ്ങളും എല്ലാം ഫോളോ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. എന്തുകൊണ്ട്? ഈ അൾട്രാ വയലറ്റ് റേസ് കൊണ്ട് ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് കേട്ടോ. അതുപോലെ തന്നെ ക്രോപ്പ് ഡാമേജ്. ക്രോപ്പ് എന്ന് പറഞ്ഞാൽ വിളകള്, ഓരോ വിളകളും. അതായത് നമ്മള് ഇപ്പൊ ഓരോ സാധനങ്ങളൊക്കെ നടുവൊക്കെ ചെയ്യില്ലേ? കർഷകർ ഓരോ സാധനങ്ങൾ നടുവൊക്കെ ചെയ്യാറില്ലേ? എന്തൊക്കെ? നിങ്ങൾ ആരെങ്കിലും ഒക്കെ കൃഷി ചെയ്യാറുണ്ടോ? ഒന്നും ചെയ്യാറില്ല. കൃഷി ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? നോ, ആക്ച്വലി ലൈക്ക്
അങ്ങനെ ഇല്ല പ്രസ്ക, അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല. ശരി, ഇവിടെ ശ്രദ്ധിക്കൂട്ടി, സാറിന്റെ വയസ്സും പ്രായവും ഒന്നും പറയേണ്ട ആവശ്യമില്ല. സ്റ്റാർട്ടിങ് ആയി ലാസ്റ്റ് എല്ല്, അത് ഇതാ, അത് ഇല്ലിക്കലോ. ഈവൻ ഇഫ് യു ഡിഡ്ന്റ് ഗെറ്റ് അൾട്രാവയലറ്റ് റേസ്. ഓ ശരിയടാ, ചാൻസസ് വളരെ കുറവാണ്. അതായത് കൊളാപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഡാമേജുകൾ ഉണ്ടാകുക, അല്ലെങ്കിൽ എന്താ നമ്മളിപ്പോ കണ്ടിന്യൂ ചെയ്തു പോകുന്ന ഫുഡ് ചെയിനുകൾക്ക് എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാവാനുള്ള കാരണമാകും എന്നാണ് പറയാം. പിന്നെന്താ, വിളകൾക്ക്, ഓരോ ക്രോപ്പുകൾക്ക്, ഓരോ സാധനം നമ്മൾ നട്ട് വെച്ചിരിക്കുന്ന ഓരോ സാധനങ്ങൾക്കൊക്കെ എന്താ ഈ ക്രോപ്പുകൾക്കൊക്കെ അൾട്രാവയലറ്റ് റേസ് ഏൽക്കുന്നത് കൊണ്ട് ഡാമേജുകൾ ഉണ്ടാകാം കേട്ടോ. എന്താണ് കണ്ണ് കാണണ്ട എന്നുള്ളവരെ അങ്ങനെ ആക്കി കൊടുക്കും. അതെ, നന്ദഗോപൻ പറയുന്നത് അൾട്രാവയലറ്റ് റേസിന് ഒരു ഗുണമുണ്ട്. നിങ്ങൾക്ക് ഇപ്പൊ കണ്ണ് കാണണ്ട എന്നാണ് തോന്നുന്നതെങ്കിൽ നിങ്ങളെ കണ്ണ് കാണാത്ത രീതിയിലേക്ക് അൾട്രാവയലറ്റ് റേസ് ആക്കി തരും എന്നാണ് നന്ദഗോപൻ പറയുന്നത്, അനന്തഗോപൻ എന്നൊക്കെ. പിന്നെന്താ, സ്റ്റണ്ടിങ് ഓഫ് പ്ലാന്റ് ഗ്രോത്ത്, അതായത് നമ്മൾ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ നട്ടിട്ടുണ്ടാവില്ലേ, ആ പ്ലാന്റ്സിനൊക്കെ എന്താ എന്തെങ്കിലുമൊക്കെ അതിന് ഗ്രോത്ത് എന്താ ഇല്ല. സ്റ്റണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അറിയോ, അതിന്റെയൊക്കെ ഗ്രോത്ത് ഇല്ലാതാക്കുക, അതിന്റെ ഒരു വളർച്ച പരിധിയിൽ കൂടുതൽ ഇല്ലാതാക്കുക എന്നുള്ളതാണ് സ്റ്റണ്ടിങ് എന്ന് പറയാം. പ്ലാന്റ് ഗ്രോത്ത്, ഇപ്പൊ കുള്ളനായിരുന്നു പറയില്ലേ, ചെറുതായി പോയിട്ടുള്ള പ്ലാന്റ്സ്, വളർച്ച മുരടിച്ചു പോയിട്ടുള്ള, സ്റ്റണ്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളർച്ച മുരടിച്ചു പോയിട്ടുള്ള, വളർച്ച നിന്ന് പോയിട്ടുള്ള പ്ലാന്റുകളെയാണ് നമ്മള് ഇത് സ്റ്റണ്ടിങ് പ്ലാന്റ്സ് എന്ന് പറയാം. അപ്പൊ എന്താ ഈ അൾട്രാവയലറ്റ് റേസ് ഏൽക്കുന്നത് കൊണ്ട് പ്ലാന്റ്സിന്റെ ഒക്കെ ഗ്രോത്ത് ഇല്ലാതാകും, അത് കുറഞ്ഞു പോകും. അതുപോലെ തന്നെ എന്താ എയർലി ഏജിങ്, നിങ്ങൾക്ക് ഇപ്പൊ അൾട്രാ വയലറ്റ് റേസ് ഏറ്റു എന്ന് വിചാരിക്കാം, നിങ്ങൾക്ക് പെട്ടെന്ന് പ്രായമായതുപോലെ ഫീൽ ചെയ്യും. അതായത് നിങ്ങളുടെ സ്കിന്നൊക്കെ ചുക്കിച്ചുളിയാം, നിങ്ങളുടെ മുടിയൊക്കെ നരയ്ക്കാം, നിങ്ങൾക്ക് അമ്മേ എഴുന്നേക്കാൻ വയ്യേ, എഴുന്നേറ്റ് നിൽക്കുമ്പോഴത്തേനും താഴെ വീണേ, ആ രീതിയിലേക്കൊക്കെ നിങ്ങൾ ചിലപ്പോൾ മാറാം. അതുപോലെ തന്നെ എന്താ ബ്ലൈൻഡ്നെസ്, കണ്ണ് കാണാത്ത അവസ്ഥയിലോട്ട് നിങ്ങളെ കൊണ്ടുപോകാം. അതുപോലെ എന്തായിരിക്കും കാറ്ററാക്ട്, കേട്ടിട്ടുണ്ടോ കാറ്ററാക്ട്? എന്താ കാറ്ററാക്ട്? സാറ് പൂജയ്ക്ക് ക്ലാസ് ഉണ്ടോ? പൂജയ്ക്ക് ക്ലാസ് ഉണ്ടോന്ന് പൂജയോട് തന്നെ ചോദിക്കണം കുട്ടാ, എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. എന്താ കാറ്ററാക്ട് പറയൂ. കണ്ണിന് വന്ന സാധനോ? കണ്ണ് മിഴിച്ചൊക്കെ വരുന്നുണ്ടല്ലോ, തിമിരമാണോ കുട്ടി ഉദ്ദേശിച്ചത്? കാറ്ററാക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ തിമിരം കേട്ടോ. ഓക്കെ, യെസ് തിമിരമാണ്. യെസ് ലിഡിയ, കറക്റ്റ് ആണ് കേട്ടോ. അവിടെ എഴുതി വെച്ചോളൂ, കാറ്ററാക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ തിമിരം, തിമിരം എഴുതി വെച്ചോളൂ. ഒരു പെൻസിൽ എടുത്ത് വേഗം എഴുതി വെച്ചോളൂ. പേജ് നമ്പർ ഇനിയും വേണോ? 78, 79 കുട്ടാ, ആ ഏരിയയിൽ എവിടെയൊക്കെ ഉണ്ട്. പിന്നെ എന്താ ഏറ്റവും ദോഷകരമായിട്ടുള്ള സാധനം എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് ക്യാൻസർ ഉണ്ടാവാൻ കാരണമാവുന്ന പറയുന്നത്. നമ്മുടെ സ്കിന്നില് ക്യാൻസർ ഉണ്ടാവാനും അതുപോലെ തന്നെ സ്കിൻ ഡാമേജുകൾ നല്ല രീതിക്ക് ഉണ്ടാവാനുമുള്ള കാരണങ്ങൾ ഈ അൾട്രാവയലറ്റ് റേസ് നമ്മുടെ മേത്ത് ഏൽക്കുന്നത് കൊണ്ട് ഉണ്ടാവും കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് എത്ര പോയിന്റുകളല്ലേ? 6 പോയിന്റുകളാണുള്ളത്. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ എല്ലാരും. ഒരു 5 പോയിന്റ് എങ്കിലും നിർബന്ധമായിട്ടും എല്ലാവരും പഠിച്ചിരിക്കണം കേട്ടോ. ഒരു 5 പോയിന്റെങ്കിലും കൃത്യമായിട്ട് എല്ലാവരും പഠിച്ചിരിക്കണം. എന്താ നമ്മുടെ ഫുഡ് ചെയിനുകൾ കൊളാപ്സ് ആകും, അതുപോലെ തന്നെ എന്താ വിളകൾക്കൊക്കെ ഡാമേജുകൾ സംഭവിക്കാം, പ്ലാന്റ്സിന്റെ ഗ്രോത്ത് ഒക്കെ ഇല്ലാതാകാം, എന്താ അതുപോലെ തന്നെ പെട്ടെന്ന് പ്രായമാകാം, അതുപോലെ തന്നെ കണ്ണു കാണാത്ത ബ്ലൈൻഡ്നെസ് ഉണ്ടാകാം, അതുപോലെ തന്നെ തിമിരം ഉണ്ടാകാം, അതുപോലെ തന്നെ സ്കിൻ ക്യാൻസറും ഉണ്ടാകാനായിട്ട് അൾട്രാവയലറ്റ് റേസ് ഏറ്റ് കഴിഞ്ഞാൽ നമുക്ക് കാരണമാകുന്നതാണ് പറയാം. ഓക്കെ, യെസ്. ആരൊക്കെയോ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, സാർ ഒന്ന് വിളിച്ചോ. എന്താണ് ധ്രുവേ, നിന്റെ നെറ്റിത്തെ ഇത് ഇതുവരെ അയച്ചില്ലേ? ആണോ? സ്റ്റിച്ച് അഴിച്ച് കഴിയുമ്പോ എന്തായാലും വരും. യൂഷ്വലി കുറച്ച് ദിവസം കൂടെ എടുക്കും, ഉണങ്ങും. എന്താണ് പറഞ്ഞത്? സ്റ്റണ്ടിങ് ഓഫ് പ്ലാന്റ് ഗ്രോത്ത് ആണോ? അതായത് ഇപ്പം നോർമലി ഉള്ള പ്ലാന്റുകളൊക്കെ ഇല്ലേ, നോർമലി ഇപ്പൊ ഒരു ഇപ്പൊ സാറിന്റെ ഇത്ര പൊക്കമുള്ള ഒരു പ്ലാന്റ് ആണെന്ന് വിചാരിക്കുക. ആ പ്ലാന്റ് ചിലപ്പോ എന്നെക്കാളും 2 ഇരട്ടി പൊക്കത്തിൽ വളരുന്ന പ്ലാന്റ് ആയിരിക്കും. പക്ഷെ എന്താ അൾട്രാവയലറ്റ് റേറ്റ് ഏറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ അത് ആ പൊക്കത്തിൽ തന്നെ നിൽക്കോളും. പിന്നീട് അതിന് വളർച്ച ഉണ്ടാവില്ല, വളർച്ച മുരടിച്ചു പോകുന്ന പറയാം. പിന്നെയുള്ളത് എയർലി ഏജിങ് ആണ്. നമുക്കിപ്പോ ഒരു 20 വയസ്സ് 30 വയസ്സൊക്കെ ആയിട്ടുള്ളൂ, പക്ഷെ നമുക്ക് ഈ ഇത് ഏറ്റു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോ ഒരു 60 വയസ്സും 70 വയസ്സും ആയ ആളെ പോലെ നമ്മളെ തോന്നിക്കുന്ന രീതിയിലേക്ക് മാറും എന്നാണ് പറയാം കേട്ടോ. മനസ്സിലായോ? യെസ്. അടുത്ത ആളെ വെച്ചോളൂ സാർ. പ്രസ്ക
ആക്ച്വലി ലൈക്ക് അങ്ങനെ പ്രൂവൻ അല്ല ശരിക്കും, അത് അങ്ങനെ പറയുന്നുണ്ട് സയന്റിസ്റ്റുകൾ, കുറച്ച് ആളുകൾ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ കുറെ പേര് UV പ്യൂരിഫൈഡ് വാട്ടർ, പക്ഷെ കുറച്ച് പേര് അതിന് ഭയങ്കരമായിട്ട് ഇങ്ങനെ എതിർക്കുന്നുണ്ട്. അതില് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അതിനെ സയന്റിഫിക്കലി പ്രൂവൻ ആക്കാൻ വേണ്ടിട്ട് കുറെ കാര്യങ്ങളുണ്ട്, എങ്കിൽ പോലും അതിനെ എതിർക്കുന്ന ഒരു 50% ആളുകൾ ഉണ്ടെന്ന്. കാരണം ആ വെള്ളം അത്ര പ്യൂരിഫൈഡ് ആണെന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ സ്കിന്നിനും ഒക്കെ അത് കുടിച്ചു കഴിയുമ്പോഴൊക്കെ അതിന് ദോഷകരമായിട്ട് വരും എന്നൊക്കെയാണ് കുറെ പേര് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ അതിനെ സപ്പോർട്ട് ചെയ്യാത്തത്. ഓക്കെ, ആൽഫ്രഡ് എന്താണ് മോനെ? അതില് എന്താ നമ്മള് ഹോളുണ്ടെന്നൊക്കെ പറയണില്ലേ? ഹോളുണ്ട്. എന്താണ് ലൈക്ക് ഓസോൺ ഗ്യാസ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു എന്താ ഒരു കംപ്ലീറ്റ് ഒരു ലെയർ ആണെന്നാണ് പറയുന്നത്. ലൈക്ക് അതെന്ന് പറയുന്നത് ഫുള്ളി ഇങ്ങനെ ഫില്ലായി നമുക്കൊരു സ്പേസ് പോലും ഇല്ലാതെയാണ് കവർ അപ്പ് ചെയ്ത് നിൽക്കുന്നത്. അങ്ങനെ ഫുള്ളി കവർ ആയിട്ടാണ് നിൽക്കുന്നത്. ഒരു ചെറിയ വിടവ് പോലും ആ ഗ്യാസുകൾക്ക് തമ്മിൽ ഉണ്ടാവില്ല കേട്ടോ. എല്ലാ മോളിക്യൂൾസ് ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ ആയിരിക്കും നിൽക്കുന്നുണ്ടാവുക. അപ്പോഴാണ് എന്ത് ഈ നമ്മുടെ ഭൂമിയിൽ നിന്നുണ്ടാവുന്ന എന്തെങ്കിലുമൊക്കെ ദോഷകരമായിട്ടുള്ള കാര്യങ്ങൾ, ഗ്യാസുകളൊക്കെ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇതിന് ഓട്ടകളൊക്കെ ഉണ്ടാവുന്നത് കേട്ടോ. അത് ഞാൻ ഇപ്പൊ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തതേ ഉള്ളൂ. ഒരു തവണയല്ല, 2 തവണയല്ല, 3 തവണ. ഇപ്പൊ ആരാണ് ഒരാള് ഇപ്പൊ നമ്മുടെ ധ്രുവ് ചോദിച്ചപ്പോഴും ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളൂ. നന്നായിട്ട് കേട്ടിരിക്കാവുന്ന കാര്യം ഉണ്ടായിരുന്നുള്ളൂ. അതാരാണ് സാർ ആ കമന്റ് ഇട്ടിരിക്കുന്നത്? കുറെ കമന്റുകൾ ഇപ്പുറത്തേക്ക്. വേദ. ഓക്കെ വേദ, അത് ഞാൻ ലാസ്റ്റിലേക്ക് എന്താ ഒന്നുകൂടെ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ യെസ്. അപ്പൊ ഇനി നമുക്കുള്ളത് എന്താ? മെസോസ്ഫിയർ ആണ്. മെസോസ്ഫിയർ കേട്ടോ, നമ്മുടെ അടുത്ത ലെയർ ആണ് മെസോസ്ഫിയർ എന്ന് പറയുന്നത്. ഹെഡിങ് എഴുതിക്കോ വേഗം. എന്താണ്? യെസ്, മെസോസ്ഫിയർ ഹെഡിങ് എഴുതിയോ? Extends from about 50 km to 80 km. 50 കിലോമീറ്റർ തൊട്ട് 80 കിലോമീറ്റർ വരെ എബോവ് ആയിട്ടുള്ള ലെയർ ആണ് സ്ട്രാറ്റോസ്ഫിയറിൽ നിന്നും. 50 കിലോമീറ്റർ തൊട്ട് 80 കിലോമീറ്റർ വരെ പൊക്കത്തിലുള്ള ലെയർ ആണ് ഏത്? മെസോസ്ഫിയർ എന്ന് പറയുന്നത്. സ്ട്രാറ്റോസ്ഫിയറിൽ നിന്നും 50 തൊട്ട് 80 കിലോമീറ്റർ 80 കിലോമീറ്റർ വരെയാണ് അതിന്റെ പൊക്കം എന്ന് പറയുന്നത്. The phenomenon of decrease in temperature with the increase in height is present in this layer also. അതായത് എന്താ? ഹൈറ്റ് കൂടുന്തോറും നമ്മൾ പറയാറില്ലേ, ഉയരം കൂടുന്തോറും ചായയുടെ ടേസ്റ്റും കൂടും എന്നൊക്കെ ഉള്ള പരസ്യം കേട്ടിട്ടുണ്ടോ? അതുപോലെ തന്നെയാ ഇവിടെ. എന്താ? ഹൈറ്റ് കൂടുന്തോറും ടെമ്പറേച്ചർ കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഹൈറ്റ് കൂടുന്തോറും എന്താ? ടെമ്പറേച്ചർ കുറഞ്ഞുകൊണ്ടേയിരിക്കും. എവിടെ? ഈ മെസോസ്ഫിയറിൽ കേട്ടോ. ദ ഫിനോമിന ഓഫ് ഡിക്രീസ് ഇൻ ടെമ്പറേച്ചർ വിത്ത് ദ ഇൻക്രീസ് ഇൻ ഹൈറ്റ്, എന്താ? ഹൈറ്റ് present in this layer also. At an altitude of about 80 km from the surface, the temperature drops to -100 degrees Celsius. ഇതൊന്ന് എഴുതി വെച്ചേ വേഗം. അതായത് സർഫേസിൽ നിന്ന് 80 കിലോമീറ്റർ ആകുമ്പോൾ തൊട്ട് ഓരോ ഇതിനും -100 ഡിഗ്രി സെൽഷ്യസ് വരെ ടെമ്പറേച്ചർ ഇങ്ങനെ കുറഞ്ഞ് വരാനുള്ള ചാൻസുകൾ ഉണ്ട്. -100 എന്നൊക്കെ പറയുമ്പോൾ എന്തോരമായി? കുറഞ്ഞില്ലാണ്ട് അവിടെയൊക്കെ എന്താ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തണുപ്പുള്ള ഒരു ഏരിയ എന്ന് വേണമെങ്കിൽ നമുക്ക് എന്താ ഈ ലെയറിനെ നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, നമ്മുടെ സ്കൂളിൽ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്കൂളിൽ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൂട്ടി. Yes, and the lowest temperature in the atmosphere is experienced here. Underline ചെയ്തു വെച്ചേ. നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ, നമ്മുടെ അന്തരീക്ഷത്തിലെ ഏറ്റവും ലോവസ്റ്റ് ടെമ്പറേച്ചർ അനുഭവപ്പെടുന്ന ലെയർ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏത് എഴുതണം? മെസോസ്ഫിയർ എന്ന് എഴുതണം കേട്ടോ. അന്തരീക്ഷത്തിൽ അഥവാ അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കുറഞ്ഞ ടെമ്പറേച്ചർ അനുഭവപ്പെടുന്ന എവിടെയാ? മെസോസ്ഫിയറിലാണ് കേട്ടോ. ഓക്കെ, ആൻഡ് മോസ്റ്റ് ഓഫ് ദ മെറ്റോൾസ്. എന്താ മെറ്റോൾസ്? കേട്ടിട്ടുണ്ടോ? ഉൽക്കാന്ന് കേട്ടിട്ടുണ്ടോ? ഉൽക്ക കേട്ടിട്ടുണ്ടോ? ഉൽക്ക ഇത് ഈ സാധനമാണ് കേട്ടോ. യെസ്,
വി ആർ ഇൻ നെക്സ്റ്റ് ചാപ്റ്റർ. വി ആർ ഗോയിങ് ടു നെക്സ്റ്റ് ചാപ്റ്റർ. ഓടാ, പേടിക്കേണ്ട, 2-3 സ്ലൈഡും കൂടി ഉള്ളു, അത് കഴിയുമ്പോൾ തീരും. യെസ്, മെറ്റോസിന്റെ മുകളിൽ എഴുതി വെച്ചോ ഉൽക്കാന്ന്. യെസ്. അപ്പൊ മോസ്റ്റ് ഓഫ് മെറ്റോസ് ദാറ്റ് എന്റർ ദ എർത്ത് അറ്റ്മോസ്ഫിയർ ബേൺ ഡൗൺ ഇൻ ദിസ് ലെയർ. എന്താ, നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് എന്റർ ചെയ്യുന്ന, പതുക്കെ കയറി വരുന്ന എല്ലാ ഉൽക്കകളും ഇല്ലാതാവുന്നത്, ബേൺ ആയി പോകുന്നത് എവിടെ വെച്ചായിരിക്കും? ഈ ഒരു മെസോസ്ഫിയറിൽ വെച്ചിട്ടായിരിക്കും. അറ്റ്മോസ്ഫിയറിലേക്ക് കയറി വരുന്ന ഉൽക്കകളെല്ലാം കത്തി ഇല്ലാതാകുന്നത് ഈ മെസോസ്ഫിയറിൽ വെച്ചായിരിക്കും. കേട്ടോ? എന്താ ഇത്, എന്തൊക്കെ അത്ഭുതപ്പെട്ടിരിക്കുന്ന പോലെ. യെസ്. എന്താണ് ഹാൻഡ് റൈസുകളുടെ ബഹളങ്ങളാണല്ലോ ഇവിടെ. വിളിച്ചോ, വേഗം ആയിക്കോട്ടെ. നന്ദഗോപ പറഞ്ഞേ. സാറേ, ഈ മെസോസ്ഫിയറിലെ അത് എർത്തിന്റെ സർഫേസിലാണ്, സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഇതിന്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് 50 കിലോമീറ്റർ ടു 80 കിലോമീറ്റർ എബവ് സ്ട്രാറ്റോസ്ഫിയറിന്റെ എബവിലാണ് വരുന്നത് കേട്ടോ. അപ്പൊ മറ്റേ ഏറെക്കുറെ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ പറയാം, എർത്തിൽ നിന്ന് വേണമെങ്കിൽ ഒരു 80 കിലോ, ഏകദേശം 80 കിലോമീറ്റർ അപ്പുറം എന്നുള്ള രീതിയിലാണ് വരിക. പിന്നെ ഈ ഉൽക്കകള് കത്താൻ തുടങ്ങണല്ലോ. അതായത് ബേൺ ഡൗൺ ചെയ്യുന്നത് ഈ ലെയറിലാണെന്ന് പറയുന്നത്. ഉൽക്കകൾക്ക് തീ പിടിക്കുന്നതല്ല, ബേൺ ഡൗൺ ഫുൾ ആഷ് രൂപത്തിലേക്ക് ആയി അങ്ങനെ വരുമ്പോ ആ മെസോസ്ഫിയറിന്റെ ലെയറിലാണ് അത് ബേൺ ഡൗൺ ചെയ്യുന്നത്. നന്ദകിഷോറെ പറയടാ. അതായത് നമ്മള് ഹൈറ്റ് കൂടുന്തോറും ടെമ്പറേച്ചർ കുറയും നമ്മൾ പറഞ്ഞിട്ടില്ലേ. അതായത് വലിയ ഉയരമുള്ള പ്രദേശത്തൊക്കെ നമ്മൾ പോയി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ടെമ്പറേച്ചറിന്റെ അളവ് കുറവാണെന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അപ്പൊ ഇവിടെ അങ്ങനെ തന്നെയാ, ഈ ലെയറിലും അങ്ങനെ തന്നെയാ. എന്താ, നമ്മള് ഹൈറ്റിലോട്ട് പോകും തോറും, ഹൈറ്റ് കൂടുന്തോറും അതിന്റെ ടെമ്പറേച്ചർ, ആ ഏരിയയിലുള്ള ടെമ്പറേച്ചറും കുറഞ്ഞു കുറഞ്ഞു വരും എന്നാണ് പറഞ്ഞത്. ക്ലിയർ ആയോ? വൈഖരി. ഓക്കെ, വൈഖരി പറഞ്ഞേ. അൺമ്യൂട്ട് ചെയ്യൂ. പറഞ്ഞോ. അല്ല, അവിടുത്തെ ടെമ്പറേച്ചർ 80 കിലോമീറ്റർ എത്തുമ്പോൾ, 80 കിലോമീറ്റർ പൊക്കത്തിലേക്ക് എത്തുമ്പോ ടെമ്പറേച്ചർ -100 ഡിഗ്രി വരെ പോകാം എന്നാണ് പറഞ്ഞത്. എന്തോ ഉൽക്ക വന്ന് ഉൽക്ക പതിക്കുന്നതല്ല മക്കളെ, ഉൽക്കയ്ക്ക് തീ പിടിച്ച് അത് ബേൺ ഡൗൺ ചെയ്യുന്ന ലെയർ ആണിത് കേട്ടോ. ഉൽക്കയ്ക്ക് തീ പിടിച്ച് ആ ഉൽക്ക വരുമ്പോ ആ ഉൽക്ക വന്ന് അത് ബേൺ ഡൗൺ ചെയ്യുന്ന ലെയർ ആണ് മെസോസ്ഫിയർ കേട്ടോ. ഉൽക്ക വരുന്ന, ഉൽക്ക അവിടെ നിന്ന് ഇടിച്ചു പോകുന്നു എന്നുള്ളതല്ല അത് കേട്ടോ. ഉൽക്കയ്ക്ക് ആ ഒരു രീതിയിൽ വരുന്ന ഉൽക്ക എന്ന് പറയുന്നത് ബേൺ ഡൗൺ ചെയ്യുന്ന ലെയർ ആണിത് കേട്ടോ. ഓക്കെ, ആൽഫ്രഡെ വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഏതാ അതല്ലേടാ നിന്നോട് കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞത്. അതായത് സ്ട്രാറ്റോസ്ഫിയറിൽ നിന്ന് ഏകദേശം 50 കിലോമീറ്റർ തൊട്ട് 80 കിലോമീറ്റർ വരെ സ്ട്രാറ്റോസ്ഫിയറിന് മുകളിൽ വരുന്ന ലെയർ ആണ് നമ്മുടെ മെസോസ്ഫിയർ എന്ന് പറയുന്നത് കേട്ടോ. അത്രേ ഉള്ളൂ അത്. അതായത് 80 മാക്സിമം ലൈക്ക് 80 കിലോമീറ്റർ മുകളിൽ വരെ വരാം എന്നുള്ളതാണ് കേട്ടോ. യെസ്, അപ്പൊ ഇത്രയാണ് നമ്മുടെ മെസോസ്ഫിയർ. ഇനി നോക്കിയേ. യെസ്, നിങ്ങൾ എല്ലാരും വേഗം ഒന്ന് വായിച്ചോ, പെട്ടെന്ന് ഒന്ന് വായിച്ചോ കേട്ടോ. അതെ നിരഞ്ജന, we started second textbook. Okay, പ്രതിഭാസം എന്നാണ് പറയാ. എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഇത് നടക്കുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യം നടക്കുമ്പോൾ കേട്ടോ. ഓക്കെ, വായിച്ചു കഴിഞ്ഞോ? ഓക്കെ, നിരഞ്ജൻ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട് അല്ലേ? ശരി.
തമാശ സ്കിൽസ് കുറയുന്നു. ഞാൻ ഇനി തമാശകൾക്ക് വേണ്ടിയിട്ട് മാത്രം ഒരു പ്രത്യേക നേരം കണ്ടുപിടിച്ചേണ്ടി വരും. അല്ലേ ആർദ്ര? തമാശകൾക്ക് വേണ്ടിട്ട് ഞാൻ ഇനി പ്രത്യേകം എനിക്ക് നമുക്ക് കോമഡി ടൈം അങ്ങനെ കണ്ടുപിടിച്ച് ഞാൻ പറയേണ്ടി വരും മിക്കവാറും. വായിച്ചു കഴിഞ്ഞവരൊക്കെ വേഗം പറഞ്ഞോ സാർ ഫൺ ടൈം ഉണ്ടോന്നോ. പിന്നെന്താ, ഫണ്ണ് വേണോ അതോ നിങ്ങൾക്ക് ഡാൻസ് വേണോ? എല്ലാം നമുക്ക് ഇവിടെ ഉണ്ട്. നിങ്ങളൊക്കെ ഡാൻസ് ചെയ്യും, ഞാൻ തന്നെ ഫണ്ണ് പറയും. ആദ്യം വിളിക്കോ. ആദ്യേ ഹലോ സാറേ. പറഞ്ഞോ. ടെമ്പറേച്ചർ കുറയും. അപ്പൊ ഈ പെൺകുട്ടികളൊക്കെ പോയി നിൽക്കുമ്പോ ഭയങ്കര തണുപ്പാവും. അവിടെയൊക്കെ തണുപ്പാ? തണുപ്പല്ലേ? അതൊരു എക്സാമ്പിൾ ആണ്. നമ്മള് ഇതിന് കൊറേ മേലിൽ പോയാലും എന്തോ അപ്പൊ നമ്മൾ കൊറേ മേലിൽ പോയാലോ കൊറേ മുകളിൽ പോയി കഴിഞ്ഞാൽ അതിനനുസരിച്ച് ടെമ്പറേച്ചർ കുറയൂടാ. അതായത് ടെമ്പറേച്ചറും അതുപോലെ തന്നെ നമ്മുടെ പ്രഷറും രണ്ട് കാര്യങ്ങളുണ്ട്. അതായത് ടെമ്പറേച്ചർ കുറയുമ്പോ പ്രഷർ കൂടും, അതുപോലെ തന്നെ പ്രഷർ കുറയുമ്പോ ടെമ്പറേച്ചർ കൂടും. അങ്ങനെ ഒരു സാധനം ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഇപ്പോഴേ അത് അറിഞ്ഞ് നിങ്ങള് തലമുണ്ടാക്കണ്ട. അതായത് നമുക്കിവിടെ ടെമ്പറേച്ചർ ഇവിടെ പറയുന്ന ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ കുറഞ്ഞുകൊണ്ടേ ഇരിക്കും. അതനുസരിച്ചാണ് തണുപ്പുകളും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. ഓക്കെ, ശരി. ഇവാന. യെസ്, ഇവാന. മേനാട്ടെ. ഊട്ടി. അത് ഹിൽ സ്റ്റേഷൻസ് ആണല്ലോ, ആൾട്ടിറ്റ്യൂഡ് കൂടിയ പ്രദേശങ്ങളാണ് കേട്ടോ. ഹൈറ്റ് കൂടുതൽ അല്ലെങ്കിൽ ഹിൽ സ്റ്റേഷൻസ് ആയിട്ടുള്ള പ്രദേശങ്ങളിൽ പ്രഷർ കൂടുതലും ടെമ്പറേച്ചർ കുറവും ആയിരിക്കും. അതുകൊണ്ടാണ് അവിടെ എന്തുണ്ടാവുന്നത്, തണുപ്പുണ്ടാവാനുള്ള കാരണം വന്ന്. ഓക്കെ, ഋതുവിനെ കൂടെ വിളിച്ചോ. ഋതു കുറെ നേരമായിട്ട് അവർക്ക് കമന്റ് ബോക്സേ വർക്ക് ചെയ്യണമെന്ന് തോന്നുന്നത് അല്ലേ ഋതു? എന്താണ് ഇട്ടതെല്ലാം ഞാൻ വായിച്ചുല്ലോ. ചോദിക്കൂ. ക്യാൻസർ ഇല്ലേ, അത് നമ്മുടെ വെയിലടിക്കുമ്പോ എന്താ സാധനം? അൾട്രാ വയലറ്റ് റേസ്. അല്ലല്ല, സൂര്യാഘാതം. അതാണ് എന്റെ കുഞ്ഞയ്യ കുറച്ചു മുമ്പ് പറഞ്ഞത്. നല്ല നല്ല. ഏത് രണ്ടാമത്തെ പോയിന്റ്? ഞാനിപ്പോ അത് 2 പേർക്ക് പറഞ്ഞു കൊടുത്തു. ഇത് ഞാൻ 2 പേർക്ക് പറഞ്ഞു കൊടുത്തു. ഇപ്പൊ ഞാൻ ഓൾറെഡി 2-3 തവണ ക്ലാസ്സിലും പറഞ്ഞു. 2-3 തവണ 2 പേർക്ക് ഞാനത് ഡിഫൈനും ചെയ്തു കൊടുത്തു. എങ്ങോട്ട് നോക്കിയിരിക്കുകയായിരുന്നു? ശരി. അതായത് നമ്മൾ ഇപ്പൊ ഞാനത് പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ. ഇപ്പൊ ജസ്റ്റ് പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ. ഇപ്പൊ പറഞ്ഞെങ്കിലും കേട്ടായിരുന്നോ? എന്താ ഉയരം കൂടുമ്പോ എന്താ പ്രശ്നം ഉണ്ടാവുന്നേ? പറയുന്ന ഒന്നും അങ്ങോട്ട് കേൾക്കണ്ടല്ലോ. അത്രേ ഉള്ളൂ, അത് അത്രേ ഉള്ളൂ. ആ പ്രതിഭാസം അവിടെയാണ് മെയിൻലി കാണുന്നത്. ഓക്കെ, യെസ്. അദ്വൈതിന്റെ അമ്മയ്ക്ക് ഹാപ്പി ബർത്ത്ഡേ കേട്ടോ. അദ്വൈതിന്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ് ഗൈസ്. അദ്വൈതിന്റെ അമ്മയ്ക്ക് വെരി വെരി ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ, തണുപ്പാണല്ലോ, തണുപ്പാണ്. ടുഡേ ട്യൂഷൻ ഫിനിഷ്, ഐ ആം ഗോയിങ് ടു ഊട്ടി. ഓക്കെ. അടുത്തത് നമുക്ക് തെർമോസ്ഫിയർ ആണ് കേട്ടോ. അടുത്ത ലെയർ എന്ന് പറയുന്നത് തെർമോസ്ഫിയർ ആണ്. തെർമോസ്ഫിയറിന്റെ എത്ര കിലോമീറ്റർ ആണ് നോക്കിയേ? 80. ആരാണത്? ആരുടെയും അൺമ്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ ഒന്ന് മ്യൂട്ട് ചെയ്തോളൂ. Yes, അപ്പൊ തെർമോസ്ഫിയർ ആണ് കേട്ടോ. തെർമോസ്ഫിയർ is the layer of atmosphere that lies about 80 to 400 kilometer above the mesosphere. 80 തൊട്ട് 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ കാണപ്പെടുന്ന ഒരു ലെയർ ആണ് ഇത് നമ്മുടെ തെർമോസ്ഫിയർ എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ ടെമ്പറേച്ചർ ഇൻക്രീസസ് വിത്ത് ആൻ
എന്താ വിത്ത് ആൻ ഇൻക്രീസ് ഇൻ ഓൾട്ടിറ്റ്യൂഡ്. ഇവിടെ എന്താ ടെമ്പറേച്ചർ ഓൾട്ടിറ്റ്യൂഡിനനുസരിച്ച് കൂടിക്കൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. ടെമ്പറേച്ചർ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ടാവും? ഓൾട്ടിറ്റ്യൂഡിനനുസരിച്ച് ടെമ്പറേച്ചർ ഇവിടെ കൂടുകയാണ് ചെയ്യുന്നുണ്ടാവുക കേട്ടോ. ഈ ഒരു തെർമോസ്ഫിയറിൽ the temperature increases with an increase in altitude. Altitude എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉയരം കൂടുന്തോറും ഇവിടെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നുണ്ടാവുക. നമ്മുടെ കഴിഞ്ഞ ലെയറിലെ പോലെയല്ല, ടെമ്പറേച്ചർ ഇൻക്രീസസ് വിത്ത് ആൻ ഇൻക്രീസ് ഇൻ altitude. The lower part of thermosphere is called the ionosphere. Ionosphere. Ionosphere എന്ന് എന്ത് ചെയ്യാനാ? ഞാൻ പെട്ടെന്ന് ഞാൻ എല്ലായിട്ട് ഓർത്ത് പോയി, എന്നോട് ക്ഷമിക്കുക. അത് അയണോസ്ഫിയർ ആണ് കേട്ടോ. The lower part of the thermosphere is called the ionosphere. വൺ വേർഡ് ഒക്കെ ആയിട്ട് അത് ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്, അണ്ടർലൈൻ ചെയ്ത് വെക്കണം കേട്ടോ. അതായത് തെർമോസ്ഫിയറിന്റെ ഏറ്റവും അടിഭാഗം എന്ന് പറയുന്നത് അറിയപ്പെടുന്ന അയണോസ്ഫിയർ എന്ന് പറയുന്ന പേരിലാണ്. ഓക്കെ, യെസ്. The thermosphere is a layer of atmosphere that lies above. അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്നാണ് കേട്ടോ പറയുന്നത്. ലൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് അത് സ്ഥിതി ചെയ്യുന്നത്. തെർമോസ്ഫിയർ എന്ന് പറയുന്നത് മെസോസ്ഫിയറിന്റെ തൊട്ട് മുകളിൽ കാണുന്ന ലെയർ ആണ്. അത് 80 തൊട്ട് 400 കിലോമീറ്റർ വരെ ഉയരത്തിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടാവുക കേട്ടോ. ടുഡേ ഈസ് മൈ മദേഴ്സ് ബർത്ത്ഡേ. നന്ദഗോപ, ഇത് എന്തത്? അമ്മമാരുടെ ബർത്ത്ഡേകളുടെ സംസ്ഥാന സമ്മേളനമാണല്ലോ ഇവിടെ. എവിടെ അമ്മ? എവിടെ? അല്ല, അദ്വൈതിന്റെ അമ്മേനെ വിളിക്കൂ, ഏന്നാട്ടെ ഹാപ്പി ബർത്ത്ഡേ പറയട്ടെ. ഇനിയിപ്പൊ അമ്മേനെ വിളിക്കണമെന്നുണ്ടെങ്കിൽ അടുത്ത പഞ്ചായത്ത് വരെ പോകണമെന്ന് തോന്നണല്ലോ. ഇന്ന് എക്സാം ഉണ്ടോന്നോ? ഞാൻ എക്സാം ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ അങ്ങനെ ഒരു വാക്കേ വേണ്ടിയിട്ടില്ല. ഷിഫിനെ അടുത്ത ക്ലാസ്സിൽ കേട്ടോ, അടുത്ത ക്ലാസ്സിൽ ഉണ്ടാവും. സർ ഐ വിൽ ഈറ്റ് ആൻഡ് കം. പോയി കഴിച്ചിട്ട് വന്നോളൂ. സാർക്ക് ബർത്ത്ഡേ എപ്പോ കണ്ടുപിടിക്കൂ, നിങ്ങൾക്കുള്ള ടാസ്ക് ആണിത്. മദർ അവിടെ ഇല്ല. നന്ദഗോപന്റെ അമ്മ എവിടെ ഉണ്ടോ? അതും ഇല്ല. ഓക്കെ, അപ്പൊ രണ്ടുപേരുടെ എന്റെ വക വിഷു പറഞ്ഞിട്ട് ഇനി ആരും വിളിക്കാൻ വേണ്ടി പോണ്ട. നവംബർ അടുത്തു വരെയൊക്കെ എത്തി. ആർദ്രക്കുട്ടി അതെ തണുപ്പടിച്ചു. ആർദ്രക്കുട്ടിക്ക് തണുപ്പടിച്ചു. ആർദ്രക്കുട്ടി കണ്ടുപിടിച്ചു. വൈഗ കണ്ടുപിടിച്ചു. അതെ അതെ അതെ, ഇഷ്ടമുള്ളവരൊക്കെ, എന്നോട് ഭയങ്കര ഇഷ്ടമുള്ളവരൊക്കെ കണ്ടുപിടിക്കുന്നുണ്ട്. എന്റെ ബർത്ത്ഡേ നവംബർ 23. ആ 23-ൽ നിന്ന് ഒരക്കം പോയി കഴിഞ്ഞാൽ എന്റെ ബർത്ത്ഡേ ആയി. യെസ്, കറക്റ്റ് ആണ്. 23-ൽ നിന്ന്, ആ 2-ലും 3-ൽ നിന്ന് ഒരക്കം പോയാലെന്നാ പറഞ്ഞത് കേട്ടോ. അല്ലാതെ 23-ൽ നിന്ന് 1 പോയ 22 അതല്ല. ശരി, ഇപ്പോഴും 22, 24 പിടിച്ചോണ്ടിരിക്കുക. നവംബർ 3. ഇനി പറയണ്ട, ഇന്ന് ഞാൻ തന്നെ പറയാം. നവംബർ 3 പ്രശ്നം തുറന്നില്ലേ? ഓക്കെ, അപ്പൊ തെർമോസ്ഫിയർ എന്ന് പറയുന്നത് 80 കിലോമീറ്റർ, മെസോസ്ഫിയറിൽ നിന്ന് ഏകദേശം 80 കിലോമീറ്റർ തൊട്ട് 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ലെയർ ആണ് എന്ത്? തെർമോസ്ഫിയർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ഇവിടെ, അതായത് ടെമ്പറേച്ചർ ഓൾട്ടിറ്റ്യൂഡിനനുസരിച്ച് കൂടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, യെസ്. ആൻഡ് ദ ലോവസ്റ്റ് പാർട്ട് ഓഫ് ദ തെർമോസ്ഫിയർ എന്ന് പറയുന്നത് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? അയണോസ്ഫിയർ എന്ന് പറയുന്ന പേരിലാണ് അറിയപ്പെടുന്നത് കേട്ടോ. നവംബർ 15. ഓക്കെ, ഞാൻ വിഷ് ചെയ്യാം. അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ. എടാ, ഇനി എങ്ങാണ്ട് 38 ദിവസം എങ്ങാണ്ടുണ്ട്. 38 days മോർ. അന്നേരം വിഷ് ചെയ്താൽ മതി. 3-ാം തീയതി ഞാൻ ഇവിടെ തന്നെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്തോളൂ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ അന്നേരം ഓർക്കത്ത് പോലും ഇല്ലാന്ന് എനിക്കറിയാം, അത് വേറെ കാര്യം. സാർ പ്ലേസ് വെയർ? ഏത് പ്ലേസാണ് ഉദ്ദേശിക്കുന്നത്? എന്റെ വീട് എവിടെയാണെന്നാണോ നീ ഉദ്ദേശിക്കുന്നത്? നവംബർ 13 മൈ ഫ്രണ്ട്സ് ബർത്ത്ഡേ. ഓക്കെ, ഞാൻ കേക്ക് മേടിക്കാന്നോ? പിന്നെന്താ, മേടിച്ചോളൂ, പ്രശ്നമില്ല. വാങ്ങിച്ച് എനിക്ക് അയച്ചു തന്നോളൂ. വായിച്ച് വേഗം തെർമോസ്ഫിയർ വായിച്ച്. ടുഡേ ഈസ് ദ ബർത്ത്ഡേ ഓഫ് ഗൂഗിൾ. അമൃതാനന്ദമയി മൈ മദർ. ഓക്കെ, ഞാനത് വായിക്കാൻ കുറെ നേരം എടുത്തു. അമൃത മിസ്സിന്റെ ബർത്ത്ഡേ ആണെന്നല്ലോ ആണോ ഞാൻ ആലോചിച്ച ആദ്യം. ദൃശ്യം മൂവി എങ്ങനെ പോകുന്നു? എനിക്കറിയില്ല മോനെ, ഞാൻ വീട്ടിൽ പോയില്ല. ഷൂട്ടിംഗ് കാണാൻ പോണം ചെന്നിട്ട്. വാട്ട് ഡു യു ഈറ്റ്? സാധാരണ ആൾക്കാർ തിന്നുന്നൊക്കെ ഞാൻ തിന്നാറില്ലൂടാ, അല്ലാണ്ട് പ്രത്യേകം ഒന്നുമില്ല എനിക്ക് തിന്നാനായിട്ട്. വാട്ട് ഡു യു ഈറ്റ് എന്ന് സാധാരണ ആൾക്കാരൊക്കെ തിന്നണതല്ലേ. മൈ ഹെയർ സ്റ്റൈൽ. കാണിക്കൂ ഹെയർ സ്റ്റൈൽ. കൊള്ളാം, കുഴപ്പമില്ല. ആണല്ലേ, ഞാൻ പുതിയത് ട്രൈ ചെയ്യാം.
വേഗം വായിച്ചിട്ട് പറയൂ, അടുത്ത ചാപ്റ്ററിലോട്ട് പോകാനുള്ളതാ. അതെ അതെ അതെ, എല്ലാവരുടെയും ഹെയർ സ്റ്റൈല് കൊള്ളാം. ശരി, നന്നായിട്ടുണ്ട്. എന്റെ മാത്രം കൊള്ളില്ല, സമ്മതിച്ചു ഞാൻ. അയണോസ്ഫിയർ അയണോസ്ഫിയർ കേട്ടോ. പിന്നെന്താടാ, സാരിയോ ചുരിദാറോ ഒക്കെ ഞാൻ എടുക്കാം. വേറെ എന്ത് വേണം നിനക്ക്? സാരി എടുക്കുവോ? എന്തൊക്കെയാ അവൻ അറിയണ്ടേ? നമ്മുടെ ലാസ്റ്റ് ലെയർ കേട്ടോ, എക്സോസ്ഫിയർ. അത് നമ്മുടെ അപ്പർ മോസ്റ്റ് ലെയർ ആണ്. നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ ഏറ്റവും മുകളിലുള്ള ഏറ്റവും ടോപ്പിലുള്ള ലെയർ ആണ് എക്സോസ്ഫിയർ എന്ന് പറയുന്നത് കേട്ടോ. ഇറ്റ് ഈസ് ദ അപ്പർ മോസ്റ്റ് ലെയർ ഓഫ് ദ അറ്റ്മോസ്ഫിയർ. അന്തരീക്ഷത്തിന്റെ ഏറ്റവും മുകളിലുള്ള ലെയർ ആണ് കേട്ടോ. ദ പ്രസൻസ് ഓഫ് എയർ മോളിക്യൂൾസ്. എന്താ എയർ മോളിക്യൂൾസ് ഒക്കെ കേട്ടിട്ടുണ്ടോ? എന്താ എയർ മോളിക്യൂൾസ്? എന്താ സംപ്രീതേ? ഏത് ഭാഷ അവനെ വിളിച്ച് പറഞ്ഞേ? നീരാവി അല്ലെ. എയർ മോളിക്യൂൾസ് ഒക്കെ എവിടെയാണ് കാണപ്പെടുന്നത്? എക്സോസ്ഫിയറിലാണ് കാണപ്പെടുന്നത് കേട്ടോ. ഇതും കൂടെ നിങ്ങൾ അണ്ടർലൈൻ ചെയ്യേണ്ടതാണ് കേട്ടോ. ആൻഡ് വിച്ച് ലൈസ് അബൌട്ട് 400 കിലോമീറ്റർ ഫ്രം ദ സർഫേസ്. സർഫേസിൽ നിന്ന് ഏകദേശം 400 കിലോമീറ്റർ മുകളിലാണ് ഈ എക്സോസ്ഫിയർ സ്ഥിതി ചെയ്യുന്നത്. ഗ്രാജുവലി ഡിക്രീസസ് ആൻഡ് ദ ലെയർ ബിക്കേംസ് എ പാർട്ട് ഓഫ് ദ ഔട്ടർ സ്പേസ്. നമ്മുടെ എന്താ ബഹിരാകാശത്തിനോട് ഏകദേശം ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ ബഹിരാകാശവുമായിട്ട് ബന്ധമുള്ള ഒരു ലെയർ ആണ് ഇത് എക്സോസ്ഫിയർ എന്ന് പറയുന്നത്. ബഹിരാകാശത്തിന്റെ ഒരു പാർട്ട് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, ഏകദേശം 400 കിലോമീറ്റർ മുകളിലാണ് എന്ത് ഈ ഒരു എക്സോസ്ഫിയർ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. യെസ്, വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് എന്താ? എക്സോസ്ഫിയർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിന്റെ ഏറ്റവും അപ്പർ മോസ്റ്റ് ലെയർ ആണ്. അത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? 400 കിലോമീറ്റർ, സർഫേസിൽ നിന്ന് 400 കിലോമീറ്റർ മുകളിലാണ്. അതവിടെ എന്താ നമ്മുടെ ബഹിരാകാശത്തിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ ഈ ലെയർ മാറുകയാണ് ചെയ്യുന്നുണ്ടാവുക കേട്ടോ. ബബ്ബ എപ്പോഴാ റിലീസ് ചെയ്യണമെന്ന്? ഞാൻ എന്തുവാടാ സിനിമ അപ്ഡേറ്റ് ചെയ്യുന്ന ആളോ? ഡിസംബറിൽ എങ്ങാണ്ടാന്ന് തോന്നുന്നു. ചെറിയ ചലഞ്ച് എടുത്താ ക്ലാസ്സിൽ വരുമ്പോൾ ലിപ്സ്റ്റിക് ഇടണം പറ്റുമോ സാറേന്നു? മിസ് പോയി എടുത്തോണ്ട് വരൂ. അത് ശരിയാവില്ല. എനിക്കിപ്പോ ക്ലാസ്സിൽ സാർ ലിപ്സ്റ്റിക് ഇട്ടു പറയും. നീ എടാ പൊക്കോ. ആരാ ആ ചലഞ്ച് പറഞ്ഞവനെ ഒന്ന് കാണണല്ലോ എനിക്ക്. നീ ലിപ്സ്റ്റിക് ഇടുവാണെങ്കിൽ ഞാനും ഇടാടാ. നന്ദകിഷോറെ എവിടെ? നന്ദകിഷോർ എവിടെ? ഇന്ന് ഇവിടെ പലതും നടക്കും. നന്ദകിഷോറെ ഹാൻഡ് റൈസ് ചെയ്യൂ. ഒരു ചെറിയ ചലഞ്ച് അല്ലേ? ചലഞ്ച് തരാം. എവിടെ? നീ എവിടെ? പറ, ചലഞ്ച് പറ. ഒന്നുമില്ലെന്നോ? അപ്പൊ ഇപ്പൊ പറഞ്ഞതോ? വെറുതെ പറഞ്ഞല്ലേ? നീ ലിപ്സ്റ്റിക് ഇട്ടോണ്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഞാനും ഇട്ടോണ്ട് വരാം. ഞാൻ ഇപ്പൊ ഇടും, ഇവിടെ ഈ സെക്കൻഡിൽ ഇടും. എന്ത് പറയുന്നു? ഞാനില്ല. എന്താ പൊക്കോ? ശരി എന്നാ. ഡു യു നോ ദ നെയിം ഓഫ് ബ്ലാക്ക് ഹോൾ ഇൻ ദ മിൽക്കി വേ ഗാലക്സി? എന്താണ് കുട്ട, അതൊക്കെ അറിയാണ്ടിരിക്കോ? റിവെഞ്ച് ഓഫ് അജയ് സാറോന്നോ? എടാടാ പോടാ. ഓക്കെ, യെസ്. അപ്പൊ അത്രയാണ് നമ്മുടെ എക്സോസ്ഫിയർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്താ അടുത്ത ചാപ്റ്ററിലോട്ടാണ് പോകാനുള്ളത്. നമ്മുടെ ചാപ്റ്റർ അവിടെ തീർന്നിരിക്കുകയാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മുടെ അവർ എർത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ. ആ ചാപ്റ്ററിന്റെ എല്ലാ പേജുകളിൽ കൂടെ ഒന്ന് മറച്ചോളൂ. വേഗം ആയിക്കോട്ടെ, എല്ലാ പേജുകളും ഒന്ന് മറച്ചു നോക്കൂ, എഴുതിയ കാര്യങ്ങളൊക്കെ. മൈക്ക് ഓഫ് ആണ് കേട്ടോ. ഓക്കെ അല്ലേ? കേക്കുന്നില്ലേ? അതെ, വേഗം നോക്കിക്കോ. ആദ്യം തൊട്ട് അവസാനം വരെ ഒന്ന് മറച്ചു നോക്കിക്കോളൂ. വേഗം എല്ലാം ഒന്ന് മറച്ചു നോക്കൂ. ഇപ്പോഴും കേൾക്കുന്നില്ലേ? എന്താ? ഹലോ ഹലോ ഹലോ, കേക്കുന്നുണ്ടോ? ഓ കേക്കുന്നുണ്ട്. സംപ്രീത് മോനെ വല്ലതും കേക്കുന്നുണ്ടോടാ? കണ്ടോ, അപ്പൊ സൗണ്ട് ഉണ്ട്.
ഇനി ആ ഹാൻഡ് റൈസ് ചെയ്ത് നിൽക്കുന്നവരൊക്കെ വിളിച്ചോളൂ, ചാപ്റ്റർ തീർന്ന സ്ഥിതിക്ക്. എന്താണ് മോനെ പറയൂ, നിന്റെ ഡൗട്ടൊക്കെ പറയും. ഈ അൾട്രാ വയലറ്റ് റേസ് അടിച്ചാൽ നമ്മളെങ്ങനെ എയർലി ഏജിങ് ആവുന്നത്? നീ ആദ്യം എന്താ പറയാൻ വന്നേ? എടാ, അതായത് നമ്മുടെ സ്കിന്നിന് ഉണ്ടാവുന്ന സ്കിൻ ടിഷ്യൂസിനൊക്കെ ഡാമേജുകൾ ഉണ്ടാവും കേട്ടോ. അതായത് നമ്മുടെ സ്കിൻ ടിഷ്യൂസ് ഒക്കെ ഉണ്ട്, അതിനൊക്കെ ഡാമേജുകൾ ഉണ്ടാവും. അപ്പൊ നമുക്ക് എന്താ, നമ്മുടെ സ്കിൻ എന്ന് പറയുന്നത് ഭയങ്കര എന്താ ഏറ്റവും എന്താ നമ്മുടെ ബോഡി പാർട്ടിലെ ഏറ്റവും കട്ടി കുറഞ്ഞ പാർട്ടാണ് അല്ലേ? എന്തോ നിനക്ക് എന്തുവാടാ വയ്യേ? എന്റെ പൊന്നു പോയി, ഞാൻ പറഞ്ഞുതരാം, നീ കൃത്യമായിട്ട് കേട്ടിരുന്നു. അതായത് അൾട്രാ വയലൻസ് ഏൽക്കുമ്പോ നമ്മുടെ സ്കിൻ എന്ന് പറയുന്ന ഏറ്റവും കട്ടി കുറഞ്ഞ ഒരു പാർട്ടാണ്. അപ്പൊ ആ കട്ടി കുറഞ്ഞ പാർട്ടിലോട്ട് വരുമ്പോൾ നമ്മുടെ അത് അടിച്ചു കഴിയുമ്പോൾ നമ്മുടെ സ്കിൻ ടിഷ്യൂസിനെല്ലാം ഡാമേജുകൾ ഉണ്ടാവാനുള്ള ചാൻസുകൾ ഉണ്ട്. അപ്പൊ ഈ സ്കിൻ ടിഷ്യൂസ് ആണ് നമ്മളെ എന്താ കുറച്ച് ബ്രൈറ്റ് ആക്കി നമ്മുടെ ഏജ്ഡ് ആയി അല്ലാതെ നോർമൽ രീതിയിലൊക്കെ നമ്മളെ കാണിക്കുന്നത് കേട്ടോ. അപ്പൊ ആ സ്കിൻ ടിഷ്യൂസിന് ഡാമേജ് വന്നു കഴിഞ്ഞാൽ എന്താ, നമ്മുടെ നോർമലി ഉള്ള നമ്മുടെ ലുക്ക് തന്നെ മാറി നമുക്ക് പ്രായമുള്ളതുപോലെ തോന്നിക്കാനുള്ള കാരണമാവുന്നേ പറയുന്നുള്ളൂ. ഇത്രയേ ഉള്ളൂ സംഭവം കേട്ടോ. കാണുന്നുണ്ട് ആൽഫ അഗ്നസ് മനീഷ് സാറിനെ പോലെ ഒന്നല്ലേ കണ്ടു. ലിപ്സ്റ്റിക് പിന്നെന്താടാ, ഞാൻ ഇനി ഫുൾ മേക്ക് ഓവർ ചെയ്ത് സാരി കൊടുത്ത് വന്ന് നിൽക്കാം. എന്ത് പറയുന്നു? ലിപ്സ്റ്റിക് ഇട് പൊട്ടും കുത്താൻ. വേറെന്ത് വേണം നിനക്ക്? യു ക്യാൻ കം കണ്ണൂർ. വൈ നോട്ട്? ഞാൻ ലാസ്റ്റ് വന്നായിരുന്നു, 2-3 മാസം മുമ്പ് വന്നായിരുന്നു. ഐ യൂസ് ബീട്രൂട്ട് ഡോൺ ലിപ്സ്റ്റിക്. ക്യാൻസർ ചെത്താൻ വരുമ്പോ ക്യാൻസർ ചേട്ടൻ വരുന്നു, ക്യാൻസർ ചെത്താൻ വരുന്നൊക്കെ എന്തുവാണ് ഇതൊക്കെ? യെസ്. അപ്പൊ കഴിഞ്ഞ ചാപ്റ്റർ റിലേറ്റ് ചെയ്ത ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ റേസ് യുവർ ഹാൻഡ്സ്. വേഗം വിളിച്ചോളൂ സാറേ, എല്ലാവരും പെട്ടെന്ന് തീർത്തോളൂ. പറയൂ ഷഫിയ. നമ്മളെ സ്കൂളില് നമ്മളെ ക്ലാസ് ഓസം ഡേ ആഘോഷിക്കുന്നുണ്ട്. അപ്പൊ അതിനെത്തിട്ടുള്ള ഓസം ഡേനെ കുറിച്ചിട്ട് എന്റെ അടുത്ത് പറയാൻ പറഞ്ഞു. അപ്പൊ ടീച്ചറിന്റെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്നുണ്ട്. ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് കിട്ടിയില്ല. അപ്പൊ അതിന്റെ ഉള്ള ഒരു 4 സ്റ്റെപ്പ് പറഞ്ഞുതരും. എന്ത് പറയാനാ പറഞ്ഞ ടീച്ചർ? ഓസോൺ ഡേനെ പറ്റിയിട്ടുള്ള. ഓസോൺ ഡേനെ പറ്റിയിട്ടുള്ള അല്ലേ? സാറിന് ഒരു മെസ്സേജ് ഇട്ടേക്കാവോ? സാർ അത് അയച്ചു തരാം. കാല് എന്തു പറ്റി? എന്റെ സ്റ്റഡി ടേബിളിന്റെ അവിടെ ഒരു ആണിയിരുന്നു. സൂപ്പർ. വലിയ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. ഓക്കെ. അപ്പൊ എന്തെങ്കിലും മരുന്നൊക്കെ തൂക്കും കേട്ടാ. ഓക്കെ. ഇനി ആരാണ് സാർ? പറയൂ ആൽവിനെ. അവിടെ എന്താ, അവിടെ ടെമ്പറേച്ചർ എങ്ങനെയായിരിക്കും? ടെമ്പറേച്ചർ കുറവാ. അതുകൊണ്ടാ അന്തരീക്ഷത്തിലെ ഏറ്റവും ടെമ്പറേച്ചർ കുറഞ്ഞ ലെയർ ആണത്. അതുകൊണ്ടാണ് കേട്ടോ. അത് ഓൾട്ടിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചറിന് കുറവാകും, പ്രഷർ കൂടുകയും ചെയ്യും കേട്ടോ. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ എന്തുണ്ടാവും? നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മുടെ 5th ചാപ്റ്ററിന്റെ ചാപ്റ്റർ ടെസ്റ്റ് ഉണ്ടാകും. എല്ലാവരും എന്ത് ചെയ്യുക? കൃത്യമായിട്ട് 1 വേർഡുകളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ 1 വേർഡുകളൊക്കെ നോക്കി കൃത്യമായിട്ട് വായിച്ച് പഠിച്ചിട്ട് വേണം എന്ത് വരാൻ, അടുത്ത ക്ലാസ്സിൽ വരാനായിട്ട് കേട്ടോ. ഇന്ന് 8 മണി വരെ ക്ലാസ്സുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവോ? ഇന്ന് ശനിയാഴ്ചയാണ്. ഋതു, ദൈവമേ ഇനി അതു കാണട്ടോ. അല്ലേ ഋതു? മൈൻഡ് വോയിസ് അല്ലല്ലോ, എന്നോട് തന്നെ പറഞ്ഞതല്ലേ അത്? ശരിടാ. ഇന്നലെ ബിഗ് ബോസിൽ ലാലേട്ടൻ വന്നില്ല, കാരണം എന്നു ഇന്ന് ഇവിടെ പഠിപ്പിക്കും. ഞാൻ പോകുന്നു. എടാ ഇങ്ങനെയൊന്നും പൊക്കാതടാ. ഹൂ ഈസ് യുവർ ബസ്റ്റി?
പിന്നെ ഭയങ്കര ബസ്തികളുടെ കുത്തൊഴുക്കായതുകൊണ്ട് ഇഷ്ടംപോലെ ബസ്തികളുണ്ട് അല്ലേ അലൻ സാർ? പറഞ്ഞു കൊടുക്ക അങ്ങോട്ട്. അതെ, ഞാൻ സിഗ്മയാ. ബാക്കിയുള്ളവരൊക്കെ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അടുത്ത ചാപ്റ്ററിലോട്ട് പോവാം. വിളിച്ചോ പെട്ടെന്ന്. ജോയലേ, ഹലോ, എന്താ മോനെ? പ്രതിഭാസം, എന്തെങ്കിലുമൊക്കെ പ്രതിഭാസം, എന്തെങ്കിലും ഒരു എന്താ നമ്മൾ പറയല്ലേ വലിയൊരു പ്രതിഭാസം ഉണ്ടായി, അങ്ങനെയാണ് കേട്ടോ. എഴുതി വെച്ചോളൂ ഫിനോമിന അതിന്റെ മുകളില്. അതൊന്ന് കൊറേ ഹാമ്പേഴ്സ് ഉണ്ടോ? അത് വിളിച്ചതാ. ആൻഡ്രിയ, ആരും അവിടെ മൂളുന്നുണ്ട്. ലാസ്റ്റ് പോയിന്റ് ലോവർ പാർട്ട് ഓഫ് ദി thermosphere is called അയണോസ്ഫിയർ. അയണോസ്ഫിയർ. Okay. അടുത്താരോ? മാളവിക ക്യാമറ ഒക്കെ ഓൺ ചെയ്തേ. റിയാക്ഷൻ വരുന്നുണ്ട്. സ്ക്രീനിൽ ആരും റിയാക്ഷൻ ഇടരുത് എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇടാണ്ടിരിക്കുക കുട്ടികളെ. മാളവിക എന്തേലും പറയാനുണ്ടോ? ഇല്ല, മാളവിക പോയി. അടുത്ത ആളിലേക്ക് പെട്ടെന്നാട്ടെ. കണ്ണൂരൊക്കെ വരാടാ. എന്തോ ഇപ്പൊ ഓക്കെയാണോ? ഇപ്പൊ ഓക്കെയാണോ? എന്താ പറയൂ? തിങ്കളാഴ്ച ഓക്കെ. കൊള്ളാം. അടിച്ചു പൊളിക്കോ. പാട്ട് പാടത്തേന്നോ? കാമോണ്ടറാ പാടറാ. പാട്ട് പാടാൻ പോയോ മോനെ? പാടിടാ. ഈശ്വര, കുഞ്ഞെ നീ പോയോ? എടാ പാടുരാ. പാടുരാ. എന്ത്? നീ പാടടാ. ഇതിപ്പോ പാടണം. പൊന്നു സോദരന്തിനാ വേദന സഹിക്കുന്നു വട്ടതൈലം വാങ്ങിത്ത ചോടി അവന്റെ പാട്ട് വേളാതിന് പരിസരത്ത് കണ്ടുപോരുന്നു. എന്താ നൈസ്. യെസ്, നൈസ ക്യാമറ ഓൺ ചെയ്തേ. നൈസ ക്യാമറ ഓൺ ചെയ്യാണ്ട് ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റില്ല കേട്ടോ. നൈസ ബത്തോൾ ക്യാമറ ഓൺ ചെയ്തോളൂ. ക്യാമറ ഓൺ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ടീച്ചർ നേരെ വെയിറ്റിംഗ് റൂമിലേക്ക് ഇട്ടോളൂ കേട്ടോ. ക്യാമറ ഓൺ ചെയ്യാൻ പറ്റാത്തോണ്ടല്ല കുട്ടിക്ക്. ആരത്? എവിടെ? പാർവതി പറയൂ. ഈശ്വര, എന്ത് പറ്റിയടാ? കലഹമാണോ അവിടെ? അവിടെ മഴ ഉണ്ടായിരുന്നു, അതിന്റെ അതായിരിക്കും. നീ ഒരു പക്ക കുറച്ച് നല്ല രീതിക്ക് ക്ലിയർ ആവുന്ന സ്ഥലത്തൊന്ന് പോയിരുന്നു കേട്ടോ. ഞാൻ മാറി ഇരുന്ന് നോക്കി, പക്ഷെ അതിങ്ങനെ കാണിക്കുന്നത്. മഴ വരുമ്പം യൂഷ്വലി ഉണ്ടാവാറുണ്ട്. ഇങ്ങനെയാണ് വരുന്നത്. ആണോ? ഓക്കേടാ, ഓക്കെ. അപ്പൊ നീ കുറച്ച് വൈഫൈ കണക്ഷൻ അങ്ങനെ എന്തെങ്കിലും ഒരു തരത്തിലൊരു നല്ലൊരു ഏരിയയിലോട്ടൊന്ന് മാറിയിരിക്കും കേട്ടോ. ഓക്കെ. കൊരട്ടിമുത്തിയിൽ വരുമ്പോ വരും എന്തായാലും വരും. കഴിഞ്ഞ കൊരട്ടിമുത്തി പള്ളിയുടെ പെരുന്നാളിലാണ് ഞാൻ ഇവിടെ വന്നത്. 90+ ഞാൻ 1 ഇയർ ആവാൻ പോകുന്നു. 90+ കംപ്ലീറ്റ് ചെയ്യാൻ പോകും. വേണോ? കൊണ്ടുവരാം. യെസ്, 8 മണിക്ക് പേരൻസ് മീറ്റിംഗ് ഉണ്ടാവും.
ഉണ്ടാവുമായിരിക്കും. അത് ഞാനല്ല പേരൻസ് മീറ്റിംഗിന്. Are you starting the new chapter? Of course. Yes, രേഷ്മ ടീച്ചർ കൃത്യമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഉണ്ടാവും, എല്ലാവരും കൃത്യമായിട്ട് കയറണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. 8 മണിക്ക് എല്ലാവരുടെയും പേരൻസ് ഉണ്ടാവില്ലേ? ഉണ്ടാവണം കേട്ടോ, നിർബന്ധമായിട്ട് ഉണ്ടാവണം. ഈ ലിങ്ക് തന്നെയാണോ? എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അന്നേരം പറയൂടാ. ഈ ലിങ്ക് തന്നെയല്ല, വേറെ ലിങ്ക് ആണെന്നുണ്ടെങ്കിൽ അന്നേരം പറയൂ കേട്ടോ. Yes, okay, so we are moving on to the next chapter. നമ്മള് അടുത്ത ചാപ്റ്ററിലോട്ട് വിജയകരമായിട്ട് പോവാണ്. അതാണ് ബാക്കി ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 8 മണി ആ സമയമാകുമ്പോഴത്തേനും നമുക്ക് തീർക്കാം കേട്ടോ. ഓക്കെ, യെസ്, ഡൗട്ടുകളും കാര്യങ്ങളും എല്ലാം ആ ഒരു സമയത്തേക്ക് തീർക്കാം. നമുക്ക് പതുക്കെ ഈ ചാപ്റ്ററിലോട്ട് നമ്മൾ പോവാണ് കേട്ടോ. യെസ്, ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് എന്ന് പറയുന്ന നമ്മുടെ ചാപ്റ്ററിലോട്ടാണ് നമ്മൾ പോകുന്നത്. യെസ്, അപ്പൊ നമ്മള് എന്താ ഇന്ത്യയുടെ കുറെ കാര്യങ്ങൾ പഠിക്കാൻ പോകുന്നുണ്ട്. ഭയങ്കര എൻഗേജിങ് ആയിട്ടുള്ള, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് നല്ല അടിപൊളി ചാപ്റ്റർ ആണ് കേട്ടോ. യെസ്, അപ്പോൾ ആദ്യം നോക്കിക്കേ, നമ്മൾ ജീവിക്കുന്ന നമ്മുടെ എർത്തില് മുഴുവൻ ലാൻഡ് മാത്രമാണോ ഉള്ളൂ? ആണോ 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 ലാൻഡ് മാത്രമുള്ളോ? വെള്ളമുള്ള സ്ഥലങ്ങളൊക്കെ വല്ല ഉണ്ടോ? ശരിക്കും പറഞ്ഞുണ്ടോ, ലാൻഡ് ഭയങ്കര കുറവാ. കുറച്ച് പോർഷനിൽ മാത്രമേ ലാൻഡ് ഉള്ളൂ. ഒരു 1/4 ഭാഗം, 2/3 ഭാഗവും എന്താ, ഓഷ്യൻസ് ആണ് കേട്ടോ. 2/3 ഓഫ് ദ എർത്ത് വി ലീവ് ഇൻ ആർ ഓഷ്യൻസ്. നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ഭൂമിയില് 2/3 ഭാഗവും എന്താ, ഓഷ്യൻസ് ആണ്, സമുദ്രങ്ങളാണ് കേട്ടോ. ഓക്കെ, ആൻഡ് ദ റെസ്റ്റ് ഓഫ് ദ എർത്ത് എക്സ്ക്ലൂഡിംഗ് ഓഷ്യൻ ഈസ് ദ ലാൻഡ്. ഓഷ്യൻസ് മാറ്റി നിർത്തിയിട്ട് കുറച്ച് പോർഷൻ ഉണ്ടാവുമല്ലോ, ആ പോർഷൻ മാത്രമാണ് എന്ത്, ലാൻഡ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. ആൻഡ് ലാർജ് ലാൻഡ് മാസസ് ആർ കോൾഡ് കോണ്ടിനെന്റ്സ്. വലിയ എന്താ, ഒരു വലിയ ലാൻഡിന്റെ പ്രദേശത്തിനെയാണ് നമ്മൾ ടോട്ടലി എന്ത് പറയാ, കോണ്ടിനെന്റ്സ് അഥവാ ഭൂഖണ്ഡങ്ങൾ എന്ന് പറയാം കേട്ടോ. കോണ്ടിനെന്റ്സ് നമ്മൾ മലയാളത്തിൽ പറയുന്ന പേരെന്താണെന്നറിയോ? ഭൂഖണ്ഡങ്ങൾ എന്നാണ് പറയാം. ഓക്കെ, യെസ്, ഒരു കോണ്ടിനെന്റിന് ഉദാഹരണം പറയാവോ? കോണ്ടിനെന്റിന് നമ്മൾ ജീവിക്കുന്ന ഏത് കോണ്ടിനെന്റിലാ? നമ്മൾ ഏത് കോണ്ടിനെന്റിലാ ജീവിക്കാം? എല്ലാവർക്കും അറിയാമെന്ന് നോക്കട്ടെ, ആരെങ്കിലും തെറ്റിക്കുന്നുണ്ടോ നോക്കട്ടെ. പിന്നെ എർത്ത് എന്ന് പറയുന്നത് വലിയൊരു കോണ്ടിനെന്റ് ആണ്. ഏമല്ലേ, മാഴ്സ് എന്ന് പറയുന്നത് അതിനേക്കാൾ വലിയ കോണ്ടിനെന്റ് ആണ്. അനുഷ്ക, എന്ത് ചെയ്യാനാ, എല്ലാവർക്കും മാഴ്സ് ഒക്കെയാണ്. അതൊക്കെ ഏത് കോണ്ടിനെന്റ്? അതൊക്കെ പ്ലാനറ്റ് ആടാ. ഏഷ്യ അല്ലേ? ഏഷ്യ എന്ന് പറയുന്ന ഭൂഖണ്ഡത്തിലാണ് നമ്മൾ താമസിക്കുന്നത്. യെസ്, ആൻഡ് ലാർജ് ലാൻഡ് മാസസ് ആർ കോൾഡ് കോണ്ടിനെന്റ്സ്. കോണ്ടിനെന്റ്സിന്റെ മീനിങ് എന്താണെന്നറിയോ? കോണ്ടിനെന്റ്സ് എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് ആണ് പീസസ് ഓഫ് ലാൻഡ്. ലാൻഡിന്റെ കുറച്ച് കഷ്ണങ്ങൾ, അതാണ് എന്ത്, പീസസ് ഓഫ് ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ കൺട്രി ആണ് കേട്ടോ. യെസ്, ഏഷ്യ എന്ന് പറയുന്ന ഭൂഖണ്ഡത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. യെസ്, അപ്പൊ ഈ ഒരു മാപ്പ് നിങ്ങൾ നോക്കിക്കേ. ഇവിടെ സാറ് ഈ മാപ്പിനകത്ത് കുറെ ഭൂഖണ്ഡങ്ങളുടെ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു യെല്ലോ കളറിൽ കൊടുത്തിരിക്കുന്നതാണ് എന്ത്, ഇതാണ് നമ്മുടെ ഏഷ്യ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഏറ്റവും ചെറിയ ഭൂഖണ്ഡമാണ് ഇത്, ഓസ്ട്രേലിയ. ഏറ്റവും ചെറിയ ഭൂഖണ്ഡമാണ് ഓസ്ട്രേലിയ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ആഫ്രിക്ക ഉണ്ട്, യൂറോപ്പ് ഉണ്ട്, നോർത്ത് അമേരിക്ക ഉണ്ട്, സദേൺ അമേരിക്ക ഉണ്ട്. യെസ്, അപ്പൊ ഇത്രയും, അന്റാർട്ടിക്കയും ഉണ്ട് അല്ലെ. അപ്പൊ ഇത്രയും ഏരിയകളാണ് നമ്മുടെ എന്താ കോണ്ടിനെന്റ്സ് ആയിട്ട് വരുന്നുണ്ടാവുക കേട്ടോ. അപ്പൊ ടോട്ടലി എത്ര കോണ്ടിനെന്റ്സ് ഉണ്ട്? നമുക്ക് എത്ര കോണ്ടിനെന്റ്സ് ഉണ്ടെന്ന് എണ്ണിക്ക് വേഗം ആയിക്കോട്ടെ. 6 ആണോ? 1 2 3 4 5 6 ആണോ ഉള്ളത്? നോക്കൂ, അതിനകത്തൊരു ചെറിയ സാധനം കൂടെ മണ്ടയ്ക്ക് കിടപ്പുണ്ട്, യൂറോപ്പ് ഉണ്ട് അവിടെ. 7 കോണ്ടിനെന്റ്സ് ആണ് നമുക്ക് ഉള്ളത് കേട്ടോ. അതിൽ ഏറ്റവും വലുത് ഏഷ്യ. ഏഷ്യ എന്ന് പറയുന്നത് എന്താ, ഏറ്റവും ലാർജസ്റ്റ് കോണ്ടിനെന്റ് ആണ് കേട്ടോ. ആ ബുക്ക് എടുത്ത് വേഗം ഒന്ന് എഴുതി. എഴുതണം, ഓരോ നമ്പർ ഇട്ട് വേഗം ഒന്ന് എഴുതിക്കുക എല്ലാരും. ആ കോണ്ടിനെന്റ്സിന്റെ പേരുകള് 1 എന്ന് പറഞ്ഞിട്ട് അങ്ങ് എഴുതിക്കേ. ഏഷ്യ. 2 എന്താ, ആഫ്രിക്ക, യൂറോപ്പ്. എഴുതിക്കോളൂ, വേഗം എഴുതിക്കോ. കോണ്ടിനെന്റ്സ് ഹെഡിങ് കൊടുക്കണേ. ഈ ഹെഡിങ് കൊടുത്തിട്ട് ഓരോന്നിന്റെ പേരുകൾ അങ്ങനെ എഴുതിക്കോ. 7 എണ്ണത്തിന്റെ പേരുകൾ എഴുതിക്കേ. അനുഷ്ക മോളെ, വർത്താനം പറയുമ്പോൾ സൂക്ഷിച്ചും കണ്ടും പറയുക കേട്ടോ.
സാർ ഇതുവരെ മാന്യത വിട്ട് അങ്ങോട്ടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ കേട്ടോ. ഒരു കാര്യം പറയുമ്പോൾ അത് നോക്കിയും കണ്ടും കമന്റ് ഇടുക. എല്ലാരും എഴുതിക്കഴിഞ്ഞേ. യെസ്, നോർത്ത് അമേരിക്ക എഴുതുക. അത് കഴിഞ്ഞിട്ട് സദേൺ അമേരിക്ക എഴുതുക. പിന്നെ അന്റാർട്ടിക്ക കേട്ടോ. ആടെ ഷിഫിനെ ലോകമൊക്കെ 2-3 തവണ കണ്ടു. 7 കോണ്ടിനെന്റ്സിന്റെ എഴുതണം കേട്ടോ. 3 എണ്ണത്തിന് എഴുതിയാൽ 7 എണ്ണത്തിന്റെ എഴുതണം. സാർ ഇവിടെ 3 എണ്ണത്തിന്റെ എഴുതിയിട്ടുള്ളൂ. വേഗം 7 എണ്ണത്തിന്റെ എഴുതണം കേട്ടോ. എഴുതി കഴിഞ്ഞവരൊക്കെ ഇന്ന് വേഗം പറഞ്ഞേ. എന്തിനാണ് ആൽഫനെ 8 മണിയാകുമ്പോ പരിപാടി തീരില്ലേ? പിന്നെ എന്തിനാണ് ബ്രേക്ക് ഒക്കെ? എന്ത് തോന്നുന്നു അന്നാറോസ്? ഗെയിം കളിക്കാറുണ്ടോ? എന്ത് ഗെയിമാണോ ഉദ്ദേശിച്ചത്? മൊബൈൽ ഗെയിംസ് ആണോ? മൊബൈൽ ഗെയിംസ് അങ്ങനെ വലിയ താല്പര്യമില്ലടാ. യെസ്, ക്യാൻ യു ഗീവ് എ ബ്രേക്ക്? നമുക്ക് വേണേ ഒരു ഗെയിം കളിക്കാം. അത് വേണേ ഓക്കെ. ബ്രേക്ക് ഒന്നും വേണ്ട, നമുക്ക് ഗെയിം കളിക്കാം. എന്ത് പറയുന്നു? വാട്ട് ടൈപ്പ് ഓഫ് ഗെയിം യു വാണ്ട്? എന്ത് ഗെയിമാണ് വേണ്ടത് പറയൂ. എന്ത് ടൈപ്പ് ഓഫ് ഗെയിമാണ് എനിക്ക് ഇഷ്ടം? ഫ്രീ ഫയർ കളിക്കാൻ ഇവിടെ പറ്റുന്ന ഒരു അവസ്ഥയാണല്ലോ. കുസൃതി ചോദ്യമോ? യെസ്, കുസൃതി ചോദ്യം പറയാൻ ഇപ്പൊ ഹാൻഡ് റൈസ് ചെയ്ത് നിൽക്കുന്ന എല്ലാവരും ഒന്ന് ഹാൻഡ് ഡൗൺ ചെയ്യോ പ്ലീസ്? ഒന്ന് ഹാൻഡ് ഡൗൺ ചെയ്യൂ. ഓക്കെ, അത് കുഴപ്പമില്ല, നല്ല കാര്യമാണ് റയാൻ. കടങ്കഥ കുസൃതി ചോദ്യം. ഓക്കെ, നമ്മൾ പറ. ഇന്നലത്തെ DH ഒന്നും മറന്നിട്ടില്ല. ഏബൽ ഉണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിച്ചിരുന്നോളം പറയാം. ഇന്നലത്തെ DH ഒന്നും മറന്നിട്ടില്ല എന്ന് പറയുന്നു. എന്താണോ എന്തോ, ഇന്നലെ എന്തോ ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. പോട്ടെ. യെസ്, കുസൃതി ചോദ്യം എനിക്ക് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും അറിയില്ല. സാറിന് വല്ലതും അറിയാമോ സർ? അതെ, അവര് ചോദിക്കട്ടെ. കുസൃതി ചോദ്യം, നല്ല ക്വാളിറ്റി ഉള്ള കുസൃതി ചോദ്യം ചോദിക്കാൻ തയ്യാറായിട്ടുള്ള ഒരാൾ പെട്ടെന്ന് ഹാൻഡ് റൈസ് ചെയ്യും. ഷഫിയ ഞെക്ക് പിടിച്ചിരിക്കുവായിരുന്നു. ഷഫിയനെ വിളിച്ചോ. ഒരിക്കലും വളരാത്ത മരം. സമരം. ശരിയാ. നെക്സ്റ്റ്. ഇത് എന്നോട് ചോദിക്കാമെന്ന് പറയുന്ന സെഷനിലോട്ട് സ്വാഗതം. എന്നോട് കടകഥ ചോദിക്കാമെന്ന സെഷനിലോട്ട് എല്ലാവർക്കും സ്വാഗതം. യെസ്, അടുത്ത കടകഥ പോരട്ടെ. ഞാൻ തോറ്റു കഴിഞ്ഞാൽ നിങ്ങളോട് ആരോടെങ്കിലും ഞാൻ ചോദിക്കാം കേട്ടോ. ആൽഫാഗ്നസ് പറയൂ. എളുപ്പമുള്ളതൊക്കെ ചോദിച്ചോളൂ, പാടുള്ളതൊന്നും എനിക്ക് പറയാൻ എളുപ്പമായിരിക്കും. അൺമ്യൂട്ട് ചെയ്താൽ പറയാം. ഇച്ചിരി വലിയ കുസൃതി ചോദ്യമാണ്. ഒരു വിമാനത്തില് 10 ഇഷ്ടിക ഉണ്ടായിരുന്നു. ആരാത്? ഒരു വിമാനത്തിൽ 10 ഇഷ്ടിക ഉണ്ടായിരുന്നു. ഒരു വിമാനത്തിൽ 10 ഇഷ്ടിക ഉണ്ടായിരുന്നു. പോരട്ടെ. അതിലൊരു ഇഷ്ടിക താഴെ പോയി. പോട്ടെ. അപ്പൊ എത്രയുണ്ട്? അപ്പോൾ ബാക്കി എത്രയുണ്ട്? 9 എണ്ണം. അത് ശരിയാ. പിന്നെ അതിന്റെ കൂടെ തന്നെയുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു ജിറാഫിനെ ഫ്രിഡ്ജിൽ കയറ്റണം. അതെങ്ങനെ? ഫ്രിഡ്ജിന്റെ ഡോർ തുറക്കുക, ജിറാഫിനെ വെക്കുക. ഫ്രിഡ്ജിൽ കയറ്റണം. അതെങ്ങനെ? ആരേത്? ആനേനെ. ആനയൊക്കെ ഈസി അല്ലേ? ആ ജിറാഫിനെ എടുത്ത് പുറത്ത് കളയുക, ഫ്രിഡ്ജ് തുറക്കുക, ആനയെ കയറ്റുക. പാർട്ടി ഉണ്ടായിരുന്നു. മാത്രം പോയില്ല. ആരാ? കാട്ടിലൊരു പാർട്ടി ഉണ്ടായിരുന്നു. കാട്ടിലൊരു പാർട്ടി ഉണ്ടായിരുന്നു. എല്ലാ മൃഗവും പോയി, പക്ഷെ ഒരു മൃഗം മാത്രം പോയില്ല. അതേതാ?
അതേതാ? ആനയായിരിക്കും. ആനയായിരിക്കും. അല്ല അല്ല, അതെ അതെ, ആനയാണ്. ആന ഫ്രിഡ്ജിലിരിക്കുവാണല്ലോ. ആന ഫ്രിഡ്ജിലിരിക്കുവല്ലേ. അമ്മച്ചിക്ക് കര കിടക്കണായിരുന്നു, മുതലത്തടാകം, വലിയ വലിയ മുതലത്തടാകം. ആർക്ക് കടക്കണമെന്ന്? ഒരമ്മച്ചിക്ക്. ഓ, ഒരു പാമ്പ് പിടിച്ചൊരു അമ്മച്ചി തടാകം കടക്കാൻ വന്ന് നിൽക്കുകയാണ്. പറയൂ. അവിടെ ഒന്നും ഒരു സാധനം ഇല്ല, മുതലത്തടാകവും അമ്മച്ചി മാത്രമേ ഉള്ളൂ. മുതലത്തടാകവും അമ്മച്ചി മാത്രമേ ഉള്ളൂ. അങ്ങനൊന്നുമില്ല. അപ്പൊ അമ്മച്ചി എങ്ങനെ കര കിടക്കും? മുതല പാർട്ടിക്ക് പോയേക്കുവല്ലേ, പിന്നെന്തോ ഈസി ആയിട്ട് കിടന്ന് പോവാലോ. അങ്ങനെ അമ്മച്ചി നെക്സ്റ്റ്. കര കിടന്നപ്പോഴില്ലേ, കര കിടന്ന അവിടെ ചെന്ന് അമ്മച്ചി മരിച്ചു. ഏതങ്ങനെ? അമ്മച്ചി കടന്നു ചെന്ന ആ പാർട്ടിയിലോട്ട് വല്ലതും ആയിരിക്കും അല്ലേ? ഓ, മോളിൽ നിന്നുള്ള ഇഷ്ടിക വീണ് മരിച്ചു. ഞാനൊരു കില്ലാടി തന്നെ, എനിക്ക് നല്ല ബോധമുണ്ടെന്ന് എനിക്കിപ്പോ മനസ്സിലായി. എന്തോ ഒരു കണക്കൂടെ പെട്ടെന്ന് കിട്ടി. കണക്കിന് ഞാൻ മുട്ട വായിക്കാറുള്ളൂ, എനിക്കൊന്നും അറിയില്ല. നമ്പർ പറയാനോ? നമ്പർ വിചാരിക്കേ. ആ, അതിന്റെ കൂടെ ഒരു 2 കൂട്ടെ, ഒരു 3 കൂടെ കൂട്ടെ. കണക്കില് വീക്കാണ്. എത്ര? ആദ്യം വിചാരിച്ച നമ്പർ ഇല്ലേ? കുറച്ച് കുറച്ച് കുറച്ച്. 5 ആണോ? അല്ല, എത്രയാ? എനിക്ക് സമ്മതിച്ചു തരാൻ പറ്റില്ലാത്തോണ്ട് 5 തന്നെ. രേഷ്മ ടീച്ചർ എന്നോട് ചോദിച്ച ചോദ്യം നിങ്ങൾ കേട്ടോ? നിങ്ങളത് കേൾക്കണം. എന്നോട് കൂട്ടാരെ അറിയോന്ന്. നിങ്ങൾ അവിടെ ഇരുന്ന് കാൽക്കുലേറ്റർ മാറ്റി വെച്ചിട്ട് തന്നെ കൂട്ടാൻ പഠിക്കുക കേട്ടോ. എന്നിട്ട് എന്നെ കൂട്ടാൻ പഠിപ്പിക്കുക. നിങ്ങളുടെ രേഷ്മ ടീച്ചറും കണക്കാ, ഞാനും കണക്കാ. എനിക്കും കണക്കാ. ഞങ്ങക്ക് 2 പേർക്കും കണക്കറിയില്ല. ഓക്കെ, മ്യൂട്ട് ചെയ്തോളൂ കുട്ടികളെ. ഇനി ഫൺ സെക്ഷൻ നാളെ പോരെ? ഇനിയുള്ള ചോദ്യം നിങ്ങൾ കമന്റ് ബോക്സിൽ ഇട്ടോളൂ. ഞാൻ ചോദ്യം ചോദിക്കുന്ന ആൻസർ പറയാം. എന്ത് പറയുന്നു? പോരാ, നാളെ ക്ലാസ് ഇല്ലല്ലോ. ഞാൻ അടുത്ത ദിവസം വരുമല്ലോ. കമന്റ് ബോക്സിൽ ക്വസ്റ്റ്യൻ ഇട്ടോ, ഞാൻ അപ്പൊ തന്നെ ആൻസർ പറയാം. ഇട്ടാൽ പൊട്ടും ഇംഗ്ലീഷ് മുട്ട. കല്ല് പറക്കി അറിയാം. നോക്കാം നമുക്ക് ചെയ്യാം കേട്ടോ. വൈറ്റ് റോഡ് ബ്ലാക്ക് കാർ. വൈറ്റ് റോഡ് ബ്ലാക്ക് എന്താ? വല്ല ബോർഡിനകത്ത് എഴുതുന്നതായിരിക്കും. സാറ് സുരേഷ് ഗോപിയാണ്. ഇതാ എന്റെ പേര്. ഞാൻ സുരേഷ് ഗോപി ഒന്നല്ല. വാട്ട്? ഡാഡി മമ്മി ആകുന്ന സ്ഥലോ? അത് മറ്റേ ഇതായിരിക്കും. എന്തോ സാധനത്തിന്റെ പേര്? മമ്മികളെ വെക്കുന്ന സ്ഥലം ഈജിപ്ത്. അതായിരിക്കും മിക്കവാറും. എല്ലാവരെയും വിളിക്കാം കേട്ടോ. എല്ലാവരെയും ഞാൻ വിളിച്ചിരിക്കും. ഇതിന്റെ ഇടയിലൂടെ എല്ലാം വിളിച്ചിരിക്കും കേട്ടോ. കുറച്ച് പഠിപ്പിച്ചോട്ടെ, അത് കഴിഞ്ഞിട്ട് വിളിക്കാം കേട്ടോ. ഞാൻ ഓക്കെ വിളിക്കാം കേട്ടോ. അന്മിയാനെ വിളിക്കാം. യെസ്, ഓക്കെ. അപ്പൊ ഇനി നോക്കിയേ, വിളിക്കാം എല്ലാരും വിളിക്കാൻ. ഇടയ്ക്കൂടെ നമ്മൾ ഇതെല്ലാം പറഞ്ഞു തീർത്തിട്ട് നമ്മൾ നിർത്തുന്നുള്ളൂ. ഓക്കെ, യെസ്. അപ്പൊ കോണ്ടിനെന്റ് എന്താ നോക്കിയേ? എ കോണ്ടിനെന്റ് ഈസ് എ ലാർജ് ലാൻഡ് മാസ് കണ്ടെയ്നിങ് ഡിഫറെന്റ് ഫിസിയോഗ്രാഫിക് ഡിവിഷൻസ്. എഴുതി വെച്ചേ, നോട്ട്ബുക്ക് എടുത്ത് വേഗം എഴുതി വെച്ചേ. എ കോണ്ടിനെന്റ് ഈസ് എ ലാർജ് ലാൻഡ് മാസ് കണ്ടെയ്നിങ് ഡിഫറെന്റ് ഫിസിയോഗ്രാഫിക് ഡിവിഷൻസ്. ഫിസിയോഗ്രാഫിക് ഡിവിഷൻസ് എന്തൊക്കെയാണെന്ന് അറിയോ? മലകളുണ്ട്, അവിടെ കുന്നുകളുണ്ട്, നിരന്ന പ്രദേശങ്ങളുണ്ട്, അതുപോലെ തന്നെ തടാകങ്ങൾ ഉണ്ടാവും, റിവേഴ്സ് ഉണ്ടാവും. ഇങ്ങനെയുള്ളത് തന്നെ എല്ലാം നമ്മൾ എന്താ പറയാ? ഫിസിയോഗ്രാഫിക് ഡിവിഷൻസ് എന്നാണ് പറയാം. ഓക്കെ, അപ്പോ ഇങ്ങനെയുള്ള എല്ലാ ഫിസിയോഗ്രാഫിക് ഡിവിഷൻസും അടങ്ങിയിട്ടുള്ള വലിയൊരു ലാൻഡ് മാസ് ആണ് എന്ത്? കോണ്ടിനെന്റ് അഥവാ ഭൂഖണ്ഡം എന്ന് പറയുക. ഓക്കെ, എന്താണ്? ഒരു കോലത്തില് 10 അജീസാർ, അതിലെ 5 എണ്ണത്തിന് ഞാൻ കൊന്നു. പിന്നെ എത്ര പടാ? Which ocean is the only ocean named after a country? പറയൂ, എല്ലാവരും പറയൂ.
തന്യയുടെ ക്വസ്റ്റ്യൻ ഒരു റെലവെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ ചാപ്റ്ററുമായിട്ട് വളരെ ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഷ്യൻ ഈസ് ദ ഒൺലി ഓഷ്യൻ നെയിംഡ് ആഫ്റ്റർ എ കൺട്രി? പറയും, എല്ലാരും പറയും. വെരി ഈസി ക്വസ്റ്റ്യൻ. രേഷ്മ മിസ് ഇതിന് ഉത്തരം പറയണം കേട്ടോ. രേഷ്മ മിസ് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് രേഷ്മ മിസ്സിനെ ഇവിടുന്ന് ഡിസ്മിസ് ചെയ്യാം. എന്ത് പറയുന്നു? നിങ്ങൾ റെഡിയല്ലേ? രേഷ്മ മിസ് ആൻസർ പറയൂ. കുട്ടികളെല്ലാം ആൻസർ പറഞ്ഞു കഴിഞ്ഞു. അറിയാമോ വല്ലതൊക്കെ? ക്വസ്റ്റ്യൻ കേട്ടില്ല, അതെങ്ങനെയാ? വേറെ വല്ല പണിയോ അല്ലയോ? ഇവിടെ കേട്ടിരിക്കണ്ടയോ? അല്ല മക്കളെ, എനിക്ക് ക്ലാസ്സിൽ നിന്ന് ഇറക്കുമ്പോ ഒലക്കെ കൊണ്ടായിരിക്കും വരുന്നുണ്ടാവുക. യെസ്, അപ്പൊ എന്താണ് രേഷ്മ മിസ് പറയൂ. അതായത് വിച്ച് കൺട്രി, സോറി, വിച്ച് ഓഷ്യൻ ഈസ് നെയിംഡ് ആഫ്റ്റർ എ കൺട്രി? ഏത് ഓഷ്യനാണ് ഒരു കൺട്രിയുടെ പേര് ഉള്ളത്? രേഷ്മ മിസ്സിനെ തൊട്ടാൽ ആഹാ, രേഷ്മ മിസ് ഞാനും ഒക്കെ ബഡ്ഡീസ് ആണ് മക്കളെ. അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് നേരവും അടിയാ. ഇന്ത്യ. അത് ഏത് ഓഷ്യൻ ആണെന്നാണ് ഞാൻ ചോദിച്ചത് കുട്ടി. യെസ്, ഇന്ത്യൻ ഓഷ്യൻ അല്ലെ? കള ഒട്ടും കെയർ ഒട്ടും എന്താണ് ഇതൊക്കെ? എന്താ അത്? യെസ്, എല്ലാരും വിളിക്കാം കേട്ടോ, എല്ലാരും വിളിക്കാം, ഇപ്പൊ വിളിക്കാം കേട്ടോ. ഓക്കെ, യെസ്, എല്ലാരും വിളിക്കാടാ. ഇതൊന്ന് പറഞ്ഞു തീർത്തിട്ട് എല്ലാരും വിളിക്കാം കേട്ടോ. യെസ്, okay, there are many landforms like tall mountains. വലിയ ഉയരമുള്ള മലകൾ ഉണ്ടാവും. അതുപോലെ എക്സ്പാൻസീവ് പ്ലെയിൻസ്, അതായത് വളരെ വിശാലമായിട്ടുള്ള നിരന്ന പ്രദേശങ്ങൾ ഉണ്ടാവും. വാസ്റ്റ് ഡെസേർട്ട്. എന്താ ഡെസേർട്ട്? എന്താ ഡെസേർട്ട്? ഓർക്കുന്നുണ്ടോ? യെസ്, വലിയ നിരന്ന മരുഭൂമികളാണ് കേട്ടോ, മരുഭൂമികളാണ്. അതുപോലെ തന്നെ പ്ലേറ്റോസ്. പ്ലേറ്റോസ് ഒക്കെ എന്താണെന്ന് നമ്മൾ പഠിക്കും. അതായത് പ്ലേറ്റോസ് വെച്ച് ഇപ്പൊ ജസ്റ്റ് സാറിന് പറഞ്ഞു തരാം. ഒരു നിരന്ന പ്രദേശം, അവിടെ ഒരു ഉയരം കൂടിയിട്ടുള്ള പ്രദേശം ഉണ്ടാവും. അതിന്റെ മോൾഭാഗം എങ്ങനെ തന്നെയായിരിക്കും? നിരന്നത് തന്നെയായിരിക്കും. അങ്ങനെയുള്ള പ്രദേശങ്ങളെ നമ്മൾ എന്ത് പറയാ? പ്ലേറ്റോസ് എന്ന് പറയാം. ഓക്കെ, യെസ്. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യും? നമ്മളത് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേന് എന്തൊക്കെയാണ് പ്ലേറ്റോസ് എന്നൊക്കെ നമ്മൾ പഠിക്കും കേട്ടോ. ഓക്കെ, ബ്രേക്കിംഗ് ന്യൂസ്, രേഷ്മ മിസ് കിൽഡ് അജയ് സാർ. ശരിടാ, അത് മിക്കവാറും നടക്കും ഇവിടെ. ഓക്കെ, എല്ലാരും വിളിക്കാം കേട്ടോ, എല്ലാരും വിളിക്കാം. അലൻ സാർ, എന്താണ് ജനീറുമ? എനിക്കൊന്നും വായിച്ചിട്ട് മനസ്സിലാവുന്നത്. ഒരു ഗ്രാൻഡ് മദർ ചുടും മുളുകൾ അക്കട ഏണറപാട് കിടക്കോ? എന്താ ഇത്? ഏത് ഭാഷ? 90+ കുലുങ്ങിയെന്നോ? 90+ അങ്ങനെയൊന്നും കുലുങ്ങുകയില്ല. 90+ കുട്ടികളും അങ്ങനെ കുലുങ്ങില്ല. നിങ്ങൾ കുലുങ്ങോ മക്കളെ? വേണോ? ഒരു കുലുക്കിത്തക്ക വേണോ എല്ലാവർക്കും? ആണോ? ഓക്കെ ഋഷിത, മനസ്സിലായി കേട്ടോ. നറൂട്ടോന്റെ അച്ഛന്റെ പേരെന്ത്? നറൂട്ടോയോട് ചോദിക്കണം, അത് എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. നറൂട്ടോയോട് ചോദിക്കാം നമുക്ക് കേട്ടോ. അലൻ സാർ, രേഷ്മ മിസ് അജയ് സാറിനെ ഒലക്കൊക്കെ അടിച്ചു കൊല്ലാൻ ശ്രമിച്ചു. ബട്ട് അജയ് സാർ വിജയകരമായി രേഷ്മ മിസ്സിനെ കത്തിച്ചു. ശരി എടാ, ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്യില്ലടാ. ഞങ്ങള് പാവം പിടിച്ചവരാടാ. ഞങ്ങൾ ഒരുമിച്ച് ഐസ്ക്രീം കഴിക്കാൻ പോകുന്ന ആളുകള്, ഞങ്ങള് ഫുഡ് കഴിക്കാൻ പോകുന്ന ആളുകള്, ഞങ്ങള് ഭയങ്കര ഫ്രണ്ട്സ് ആടാ. ഞങ്ങൾ ഈ കാണുന്ന തല്ലുപട മാത്രമേ ഉള്ളൂ. ഒന്ന് വിളിക്കുവോ എല്ലാത്തിനെയും? മടുത്ത് എല്ലാത്തിനും വിളിച്ചോ? ആരൊക്കെയോ കാര്യമായിട്ട് വിളിക്കാൻ പറയുന്നുണ്ടായി ഇവിടെ. എനിക്കൊന്നും പറയില്ല, നേരത്തെ വിളിക്കുമ്പോ അവൻ പോയോ? അല്ല, ഇപ്പുറത്തെ ഒരു കുട്ടീനെ വിളിക്കാനായിട്ട് ടീച്ചർ കമന്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒന്ന് നോക്കോ? എന്താ നന്ദകിഷോറെ? പറയേണ്ട വേറെ വഴിയില്ലല്ലോ. ആനേനെ തളയ്ക്കാൻ തടിയുണ്ട്, പക്ഷെ കടുക് പൊതിയാൻ നിലയില്ല. എന്താ സാറേ പുളിമരമാണോടാ? തടിയുണ്ട്, കടുക് പൊതിയാൻ നിലയില്ല. പുളിമരമാണോടാ? ഞാനല്ല. അന്മിയ വിനീഷ്. ഓക്കെ, അന്മിയ വിനീഷ് എന്ന് വിളിച്ചോ. അന്മിയനെ എവിടെ? അന്മിയയുടെയും ഇവാനേനെ ഒക്കെ വിളിച്ചോ. അന്മിയ എവിടെ?
നോ, അന്മിയ അവിടെ ഇല്ല. അന്മിയ ഇല്ല ടീച്ചർ, അന്മിയനെ കാണുന്നില്ല. അന്മിയ കുട്ടി എവിടെ പോയോ എന്തോ. യെസ്. എടാ നമുക്ക് അടുത്ത ദിവസം ക്ലാസ് ഉണ്ട്. പകുതി പേര് അടുത്ത ദിവസത്തേക്ക് വരൂ. ഇന്നൊരു 2 പേരെയും കൂടെ ഞാൻ വിളിക്കും. ആ ഹാർദ്രേനെയും നന്ദഗോപനെയും അങ്ങനെ മുകളിലിരിക്കുന്ന ആരെങ്കിലും 1-2 പേരെയൊക്കെ വിളിച്ചോളൂ. ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ? മാത്സ് ആണ്, മൈൻഡ് റീഡിംഗ് ആണ്. എന്റെ മൈൻഡ് നിനക്ക് റീഡ് ചെയ്യാൻ പറ്റില്ല, ഞാൻ കണ്ണടച്ചിരിക്കും. പറ. 1-നും 9-നും ഇടയിൽ ഏതെങ്കിലും ഒരു സംഖ്യ മനസ്സിൽ വിചാരിക്കും. വിചാരിച്ചു. ഏതാന്ന് പറയരുത്, അത് ഏതാന്നാണ് ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെടാ, കണ്ടുപിടിക്കൂ നീ. ഇനി ആ മനസ്സിൽ വിചാരിച്ച സംഖ്യന 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. വലിയ ടാസ്ക് ഒന്നും തരാതെടാ, മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ പാടാ. പറ. കുറച്ച് ടാസ്കാ. കിട്ടിയാ? കിട്ടി കിട്ടി. ഒരു ആൻസർ കിട്ടി. ഇതിവിടെ എഴുതി കൂട്ടാനും പറ്റത്തില്ലല്ലോ. പറ. ഇനി ആ കിട്ടിയ ആൻസർ ഞാൻ 5 കൊണ്ട് മൾട്ടിപ്ലൈ. ഇടോ നീ ഇങ്ങനെ വലിയ ടാസ്ക് ഒന്നും തരാം, ഞാൻ കാൽക്കുലേറ്റർ എടുക്കട്ടെ. ഓക്കെ പറ. ഇനി അതിനോട് 10 കൂട്ട്. 10 കൂട്ടി. ഇപ്പൊ എത്ര കിട്ടിയ? എന്തിനാടാ? ഇത് സാറിന് മൾട്ടിപ്ലൈയും പ്ലസ് ഒക്കെ കിട്ടിയതല്ലേ? അതെ. ഇത് ആദ്യം വിചാരിച്ചതല്ലല്ലോ. ഇപ്പൊ എത്ര കിട്ടിയേ? 90. സാറ് മനസ്സിൽ വിചാരിച്ച 8 അല്ലേ? അതെ, അതെനിക്ക് മനസ്സിലായി നിനക്ക് കിട്ടുന്നുള്ളത്. എല്ലാവരും ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ശരി, ആരെങ്കിലും കൂടെ ഒരു 3-4 പേരെ കൂടെ വിളിച്ചിട്ട് പരിപാടി ക്ലോസ് ചെയ്യുന്നതാണ്. ബാക്കിയുള്ളതെല്ലാം നാളെ കേട്ടോ. നാളെ എന്നല്ല, അടുത്ത ദിവസം. പറയൂ. കുഞ്ഞു ക്വസ്റ്റ്യൻ ചോദിക്കാം. ലോകത്തെവിടെയും എന്റെ പേരൊന്ന് തന്നെയാണ്. എന്റെ പേര് തന്നെ? അല്ലല്ല. പിന്നെന്തത്? അയ്യോ, അതിലെന്ത് പറഞ്ഞാണോ മക്കളെ? ക്ലൂ തരുവോ? എല്ലാ വണ്ടിയിലും ഉണ്ട്. ടയറാ? എല്ലാ വണ്ടിയിലും ഉണ്ട്. ഹോണാണോ? സൈലൻസർ ആണോ? ഓയിലാണോ? ബ്രേക്ക് ആണോ? ബ്രേക്ക്? സ്റ്റിയറിംഗ് ആണോ? ഇപ്പൊ സീറ്റ് ആണോ? ഗ്ലാസ് ആണോ? പിന്നെ എന്ത് സാധന വണ്ടിക്കുള്ളത്? എഞ്ചിനാ? അത് നിർബന്ധ. പെട്രോൾ ആയിരിക്കും. പെട്രോൾ ആണോ? ഡീസൽ ആണോ? സീറ്റ് ബെൽറ്റ് ആണോ? വീലാണോ? ഡ്രൈവർ ആണോ? അതില്ലെങ്കിൽ പോലീസ് പിടിക്കും. ലൈസൻസ് ആയിരിക്കും. ഹെൽമെറ്റ് ആണോ? അതില്ലെങ്കിൽ പോലീസ് പിടിക്കും. എന്ത്? ഇൻഷുറൻസ് പേപ്പറാ? പൊല്യൂഷൻ പേപ്പറാ? ടാക്സാ? ഞാൻ പറയട്ടെ? പറ. നമ്പർ പ്ലേറ്റ്. നെക്സ്റ്റ്. അല്ലല്ല, അവർക്ക് ഒരു ക്വസ്റ്റിനോട് ചോദിക്കാനുണ്ട്, അതാ ഞാൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞു. സോറി സാർ. പെട്ടെന്നാട്ടെ. ഒരാൾക്ക് കുളിക്കണം. കുളിച്ചോട്ടെ. സോപ്പ് വേണോ? തരാം. വീട്ടില് ഉപ്പും പായസം മാത്രമേ ഉള്ളൂ. ഉപ്പും പായസോ? അത് ഈസി അല്ല. അയാൾ ആ ഉപ്പെടുത്ത് പായസത്തിനകത്തിട്ട് അത് കുളമായി ആ കുളത്തിൽ ചടി കുളിച്ചു. ഹായ്, ഞാൻ രക്ഷപ്പെട്ടു. സാറേ ഇനി വേണ്ട, ഇനി അടുത്ത ക്ലാസ്സിൽ ഇട്ടാ. അടുത്ത ക്ലാസ്സില് പോരെ? അടുത്ത ക്ലാസ്സിൽ 8 മണി വരെ ഉണ്ട് സാർ. 8 മണിക്ക് വരെ ക്ലാസ്സിലൂടെ. ഓക്കെ, ആർദ്രേനെ നിങ്ങളെ വിളിച്ചിട്ട് നിർത്തിക്കോ. ഒരു മിനിറ്റ്. എല്ലാവരോടും ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്ന എല്ലാവരും എന്നോട് ക്ഷമിക്കുക.
അടുത്ത ക്ലാസ്സിൽ നിങ്ങളെ എല്ലാവരെയും ഞാൻ വിളിച്ച് ചോദിക്കുന്നതാണ്. ഓക്കെ, നമുക്കിത് എന്നും തുടരാം. ഓക്കെ, പറഞ്ഞോളൂ. ഒരു ഇലക്ട്രിക് ട്രെയിൻ വയറ്റിൽ കൂടി പോണേന്ന്. അപ്പൊ ഇത് പോകെ ഇങ്ങോട്ട് പോകും. ഇലക്ട്രിക് ട്രെയിൻ അവിടെ പോകാം. പൊക്കോ. കഴിഞ്ഞില്ലേ ഇത്? പറയ പെട്ടെന്നാട്ടെ. ആ, എല്ലാ മാന്യജനങ്ങളുടെയും പ്രത്യേക ശ്രദ്ധയ്ക്ക് അടുത്ത ക്ലാസ്സിൽ നിങ്ങളുടെ എല്ലാ ക്വസ്റ്റ്യനും ഞാൻ ആൻസർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് പോയില്ലേ? പറയൂ, പെട്ടെന്നാട്ടെ. എന്തു സാബു 10 മാങ്ങ പറിച്ചല്ലേ തിന്നത്? അല്ല, സാബുട്ടൻ മാങ്ങ പറിച്ച് സാവിത്രി മാങ്ങ ബാക്കി എത്ര? 7. 7 10 മാങ്ങ പറിച്ചു, 7 മാങ്ങ തിന്നു. ബൈ. ശരി, 3 മാങ്ങ തിന്നു, ബാക്കി 7. പൊക്കോ. എല്ലാവിധ ഭക്തജനങ്ങളുടെയും ശ്രദ്ധയ്ക്ക് നട നമ്മൾ അടുത്ത ക്ലാസ്സിൽ തുറക്കുന്നതാണ്. അടുത്തവരെയും നിങ്ങൾ കാത്തിരിക്കുക. നോക്കിയേ, ബൈ ബൈ. യെസ്, അപ്പൊ നോക്കിയേ ഏതൊക്കെ ഫിസിയോഗ്രാഫി ഡിവിഷൻസ് ആണെന്നുള്ളത് എഴുതി വെച്ചോ. ടോൾ മൗണ്ടെയിൻസ് ഉണ്ട്, എക്സ്പാൻസീവ് പ്ലെയിനുകൾ ഉണ്ട്, വാസ്റ്റ് ഡെസേർട്ടുകൾ ഉണ്ട്, പ്ലേറ്റോസ് ഉണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മെയിൻലി നമുക്ക് ഉള്ളത് കേട്ടോ. ഇവിടെ തന്നെ യെസ്. അപ്പൊ നോക്കിയാ എഴുതി വെച്ചല്ലോ അല്ലേ? എല്ലാരും എഴുതി വെച്ചല്ലോ അല്ലെ? ഇവിടെ അടുത്ത ക്ലാസ്സിൽ വിളിക്കാടാ പ്ലീസ്. ചക്കരകളല്ലേ, അടുത്ത ക്ലാസ്സിൽ ഞാൻ വിളിച്ചിരിക്കും നിങ്ങളെ കേട്ടോ. ഓക്കെ, ഹാൻഡ് ഡൗൺ ചെയ്തിരുന്നോ? പറ്റണം, പറ്റും. എടാ നീ കമന്റ് ഇട്ടോ, ഞാൻ വേണേ ഉത്തരം പറയാം. ഓക്കെ, യെസ്. അപ്പൊ ഇത് നോക്കി, ഇതാണ് നമ്മുടെ ഭൂഖണ്ഡങ്ങളുടെ പിക്ചറൈസേഷൻ ഒക്കെ നിങ്ങൾ ആദ്യമേ സാറ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആ സെയിം സാധനങ്ങൾ തന്നെയാണ് കേട്ടോ. എക്സാക്ട്ലി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണെന്ത് ഏറ്റവും ചെറുത് കേട്ടോ. ഏറ്റവും ചെറിയ ഭൂഖണ്ഡം എന്ന് പറയുന്നത് ഓസ്ട്രേലിയ ആണ്. അതുപോലെ ഏറ്റവും വലിയ ഭൂഖണ്ഡം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഏഷ്യ ആയിരിക്കും. ഓക്കെ, യെസ്. പിന്നെ സദാൺ അമേരിക്ക ഉണ്ട്, നോർത്ത് അമേരിക്ക ഉണ്ട്, ആഫ്രിക്ക ഉണ്ട്, യൂറോപ്പ് ഉണ്ട്, അന്റാർട്ടിക്ക ഉണ്ട്. മനുഷ്യവാസം വളരെ കുറവുള്ള, അല്ലെങ്കിൽ മനുഷ്യവാസം ഇല്ലാന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഭൂഖണ്ഡമാണ്, തണുത്തുറഞ്ഞ ഭൂഖണ്ഡമാണെന്ത്? അന്റാർട്ടിക്ക എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ആകാശത്ത് അമ്പും വില്ലും. സൗത്ത് അമേരിക്ക ഈസ് ഓൾസോ നോൺ ആസ് സദേൺ അമേരിക്ക. മോളെ സൗത്തിനെ നമ്മള് സദേൺ ഹെമിസ്ഫിയർ, സൗത്ത് സൈഡിനൊക്കെ പറയും കേട്ടോ. എടാ മൂൺസും സ്റ്റാർസുമാണ് എന്റെ ആൻസർ കൂട്ടാ. ക്ലൗഡ്സ് ഒക്കെ തന്നെയായിരിക്കും. എവിടെയാണ് ഈ പടക്കം പൊട്ടുന്നത്? പള്ളിയിലല്ലേ? ലൈസൻസ് ആവശ്യമില്ലാത്ത ഡ്രൈവർ, സ്ക്രൂ ഡ്രൈവർ, സില്ലി വാട്ടർ. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ. നമ്മള് എന്താണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേരെന്താ? ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്സ് ആണ്. അപ്പൊ എന്താണ് സബ് കോണ്ടിനെന്റ്സ് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. കോണ്ടിനെന്റ്സ് നമ്മൾ പറഞ്ഞു, ഇനി സബ് കോണ്ടിനെന്റ്സ് ആണ് കേട്ടോ. സബ് കോണ്ടിനെന്റ്സ് ആർ ലാർജ് കോണ്ടിനെന്റ് ഏരിയാസ് വിത്ത് ഡൈവേഴ്സ് ഫിസിയോഗ്രാഫിക് ഡിവിഷൻസ് ആൻഡ് ക്ലൈമറ്റ്സ് ആസ് ഇൻ കോണ്ടിനെന്റ്സ്. അതായത് കോണ്ടിനെന്റ്സിൽ ഉള്ള പോലെ തന്നെ എന്താ കുറെ ഫിസിയോഗ്രാഫിക്കൽ ഡിവിഷൻസും ക്ലൈമറ്റും ഒക്കെയുള്ള എന്താ ഒരു വ്യത്യസ്തങ്ങളായിട്ടുള്ള ലാർജ് കോണ്ടിനെന്റൽ ഏരിയാസ് ആണ് എന്ത്? സബ് കോണ്ടിനെന്റ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ നോക്കിക്കേ, ദ പാമർ പ്ലേറ്റോ. പ്ലേറ്റോ എന്താന്ന് നമ്മൾ പറഞ്ഞു, എന്താ ഒരു പ്രദേശം, നിരന്ന പ്രദേശം ഉണ്ടായിരിക്കും. അവിടെ നിന്ന് കുറച്ച് ഉയരമുള്ള പ്രദേശം ഉണ്ടാവും. അവിടെയും അതിന്റെ മുകൾ ഭാഗം ഇങ്ങനെ തന്നെയായിരിക്കും. അതിന്റെ മുകൾ ഭാഗവും എന്താ നല്ല ലെവലായിട്ട് തന്നെയായിരിക്കും ഉണ്ടാവുക. താഴ്ന്ന ഭാഗം, അതായത് ഇങ്ങനെയാണ് ഇതിന്റെ താഴ്ഭാഗം, ഇങ്ങനെ നിരപ്പായിട്ട് കിടക്കുന്നതെന്ന് വെച്ചോ. അപ്പൊ ഇവിടെ നിന്ന് കുറച്ച് ഉയരമുള്ള പ്രദേശമായിരിക്കും എന്ത്? ഇവിടുത്തെ പ്ലേറ്റോ റീജിയൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ മുകൾ ഭാഗം എങ്ങനെ തന്നെയായിരിക്കും? ഇവിടെയും നല്ല പരന്ന് കിടക്കുക തന്നെയായിരിക്കും. അങ്ങനെയുള്ള പ്രദേശങ്ങളെ നമ്മൾ എന്ത് പറയാ? പ്ലേറ്റോസ് എന്ന് പറയാം. ഓക്കെ, യെസ്. അപ്പൊ നോക്കി, യെസ്, നമ്മുടെ പോളേട്ടൻ വന്നിട്ടുണ്ട്. കുത്തിക്കോളൂ, എല്ലാരും പോയി കുത്തിക്കോളൂ, വേഗം പോയി കുത്തിക്കോളൂ കേട്ടോ. പോളൊന്നും ആരും ചെയ്യാണ്ടിരിക്കണ്ട, വേഗം പോയി കുത്തിക്കോളൂ. വന്നില്ല, വന്നു, എല്ലാവർക്കും വന്നു കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ എന്താ സബ് കോണ്ടിനെന്റ്സ് പറയുന്നത്? ലാർജ് കോണ്ടിനെന്റൽ ഏരിയാസ് ആണ് വിത്ത് ഡൈവേഴ്സ് ഫിസിയോഗ്രാഫിക് ഡിവിഷൻ. നമ്മൾ എന്താണ് ഫിസിയോഗ്രാഫിക് ഡിവിഷൻസ് ആയിട്ടുള്ള എക്സാമ്പിൾ എല്ലാം നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ ഇതുപോലെ ഡൈവേഴ്സ് ഫിസിയോഗ്രാഫിക് ഡിവിഷൻസ് ഉള്ള എന്താ
ചെറിയ പ്രദേശങ്ങളാണ്, കോണ്ടിനെന്റ്സിനേക്കാളും വളരെ ചെറിയ പ്രദേശങ്ങളാണ് എന്ത് സബ് കോണ്ടിനെന്റ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, the Palmer Plateau geographically separates the southern part of Asian continent from the other part. അതായത് എന്താ, പാമർ പ്ലേറ്റോ നമ്മുടെ ഏഷ്യൻ കോണ്ടിനെന്റിന്റെ ബാക്കി ഭാഗങ്ങളിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യുന്ന പ്രദേശത്തിന് നമ്മൾ പറയുന്ന പേരാണെന്ത്, പാമർ പ്ലേറ്റോ. അതിനെ പ്ലേറ്റോ എന്നല്ല വായിക്കണം, പ്ലേറ്റോ എന്ന് തന്നെയാണ് വായിക്കുക കേട്ടോ. ഓക്കെ, പ്ലേറ്റോ. യെസ്, 2 മിനിറ്റ് ലെഫ്റ്റും 4 മിനിറ്റ് ലെഫ്റ്റും ഒക്കെ എന്നെ ഇപ്പൊ ഇങ്ങനെ അറിയിക്കണ്ട ആൻഡ്രേ കുട്ടി. സാറിന് വാച്ച് നോക്കാനും സമയം നോക്കാനൊക്കെ അറിയാം. Yes, and the topographic Indian subcontinent consists of high mountain peaks. ഇതിനകത്ത് എന്തൊക്കെയുണ്ട്, വലിയ മൗണ്ടൻ പീക്കുകൾ ഉണ്ട്, എന്താ വലിയ ഉയരം കൂടിയിട്ടുള്ള കൊടുമുടികളുണ്ട്, അതുപോലെ തന്നെ എന്താ വലിയ നിരന്ന പ്രദേശങ്ങളുണ്ട്, അതുപോലെ തന്നെ മരുഭൂമികളുണ്ട്, പ്ലേറ്റോ റീജിയൻസ് ഉണ്ട്, വലിയ എന്താ ഹാർഡ് റോക്കുകൾ ഉണ്ടാക്കിയിട്ടുള്ള പ്ലേറ്റോ റീജിയൻസ് ഉണ്ട്, അതുപോലെ എന്താ കുറെ തീരപ്രദേശങ്ങളുണ്ട്, കോസ്റ്റൽ പ്ലെയിൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഐലൻഡുകളും നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുമെന്നാണ് പറയുക. സബ് കോണ്ടിനെന്റില് നമുക്ക് കാണാനായിട്ട് പറ്റുമെന്നാണ് പറയാം. ഓക്കെ, ഇതൊക്കെ അണ്ടർലൈൻ ചെയ്ത് വെച്ച് വേഗം. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം കേട്ടോ. നമുക്കിനി കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ ഈ ചാപ്റ്ററിൽ. നല്ല എളുപ്പമുള്ള ഒരു ചാപ്റ്റർ ആണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ചാപ്റ്ററിലോട്ടൊക്കെ പോവാം പതുക്കെ. ഓക്കെ, യെസ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഇത്രയാണ് മെയിൻലി ഉള്ളത്. സാർ ആ ക്ലാസ് കഴിഞ്ഞ് നോട്ട് കാണിക്കുന്നവരുടെ പേരൊന്ന് കാണിച്ചോളൂ കേട്ടോ. ആരൊക്കെയാണ്? അമയ, മെറിൻ എലിസബത്ത്, ദേവനന്ദ, ദിയ വി, അനുഷ്ക പരാഗ്, മുഹമ്മദ് താഹ എൻ പി, റിച്ചാർഡ് സാം, എബിൻ സിബി കേട്ടോ. ഇത്രയും പേരാണ് ക്ലാസ് കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്യേണ്ടത്. ആരൊക്കെയാ? അമയ, മെറിൻ എലിസബത്ത്, ദേവനന്ദ, ദിയ വി, അനുഷ്ക പരാഗ് ആൻഡ് മുഹമ്മദ് താഹ, റിച്ചാർഡ് സാമൻ, എബിൻ സിബി കേട്ടോ. ഇത്രയും പേരാണ് ബാക്ക് ചെയ്യേണ്ടത്. ഓക്കെ, യെസ്. മക്കളെ, ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ നന്നായിട്ട് വായിച്ചു നോക്കുക. അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തുണ്ടാവും, ഒരു ചാപ്റ്റർ ടെസ്റ്റ് ഉണ്ടാകും. അപ്പൊ നന്നായിട്ട് പഠിച്ചിട്ട് വേണം എന്ത് വരാൻ, അടുത്ത ക്ലാസ്സിൽ വരാനായിട്ട്. ഓക്കെ, കേട്ടോ എല്ലാരും? കേട്ടല്ലോ അല്ലെ? യെസ്. അപ്പൊ സാറ് പറഞ്ഞിരിക്കുന്ന 1 വേർഡുകളെല്ലാം കൃത്യമായിട്ട് വായിച്ചു നോക്കുക. ഓരോന്നിന്റെയും പറഞ്ഞിരിക്കുന്ന എല്ലാം എന്താണ് അതിന്റെ ഇത് വേറെ രീതിയിൽ ചോദിച്ചാൽ എങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക. അതുപോലെ തന്നെ ക്യാപ്സ്യൂൾ നോട്ടുകള് എല്ലാവരും കൃത്യമായിട്ട് വായിച്ചു നോക്കുക. ഓക്കെ, യെസ്. അപ്പൊ എല്ലാവർക്കും എന്താ നവരാത്രി ആഘോഷത്തിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പൊ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ നെക്സ്റ്റ് വീക്കിലായിരിക്കും കാണുന്നുണ്ടാവുക കേട്ടോ. ഓക്കെ, അപ്പോ ബൈ ബൈ ഗൈസ്, ഗുഡ് നൈറ്റ്, ടാറ്റാ.